ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. അടുത്ത ശനിയാഴ്ച ഈ സമയം എന്താണ് പ്രത്യേകത? എന്ത് കണ്ടു മനുഷ്യൻ? നമ്മൾ കാത്തിരുന്ന വലിയ സുദിനത്തിന് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങുകയാണ് അല്ലേ? ബഹുമാനപ്പെട്ട സേവ്യർ മഠാലച്ചൻ്റെ അഭിഷേകാഗ്നി കൺവെൻഷൻ ഈ സമയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൽ നമ്മൾ നന്ദി പറയുകയാണ്. ആ ഒരു കാര്യത്തിന് നമ്മൾ ഇപ്പോഴേ കണ്ട് നന്ദി പറയാം. ഹല്ലേലൂയ. അത് കർത്താവെല്ലാം ക്രമീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ എല്ലാ ഒരുക്കങ്ങള് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നത് കണ്ട് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് കടന്നു വരാൻ പോകുന്ന എല്ലാ ദൈവമക്കളെ കരങ്ങളെ സമർപ്പിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിപ്പം ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഈശോ തന്ന ഒരു വചനമുണ്ട്. കർത്താവിൻ്റെ കാറ്റിൽ തള്ളിയലച്ചു വരുന്ന പ്രവാഹം പോലെയാണ് അവിടുന്ന്. ഹല്ലേലൂയ. ഇപ്പം ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എന്ത് പറയണമെന്ന് ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ തന്ന വചനം ഇതാണ്: കർത്താവിൻ്റെ കാറ്റിൽ തള്ളിയലച്ചു വരുന്ന പ്രവാഹം പോലെയാണ് അവിടുന്ന്. പരിശുദ്ധാത്മാവ് ഇവിടെ ഈ കൊടുങ്കാറ്റ് പോലെ ഈ ആലയത്തിലേക്ക് വരണം. ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കളിലേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുകണം. നമ്മളിന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം തുടർന്ന് വരുന്ന എല്ലാ ശുശ്രൂഷകളിൽ നിറയാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിവിടെ ആയിരിക്കുക. കാരണം കഴിഞ്ഞ അവിചാരിതമായിട്ടാണ് ഇന്നത്തെ ഒരു അച്ഛൻ്റെ ഒരു ആഗമനം. പ്രത്യേകിച്ച് വർഗീസ് കുട്ടിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഞാൻ വർഗീസ് കുട്ടിയോട് പറഞ്ഞു ഒരു അച്ഛനെ കണ്ടുപിടിക്കണം ശനിയാഴ്ചത്തേക്ക്. പക്ഷേ കണ്ടുപിടിച്ച് പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവന്നത് കഴിഞ്ഞ കാലയളവിലൊക്കെ ഇവിടെ ശുശ്രൂഷ ചെയ്ത ഒരു പരിചയവും വെച്ചുകൊണ്ടല്ല. പക്ഷേ അല്ലേ, അങ്ങനെ വിചാരിച്ചോണ്ടോ? അല്ല, കർത്താവ് അത്ഭുതകരമായിട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലയളവിൽ സഹീൻ ധ്യാന കേന്ദ്രത്തോടുകൂടെ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട റെജി മുട്ടത്തച്ഛനാണ് ഇന്ന് നമുക്ക് ശുശ്രൂഷയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത്. കരങ്ങളടിച്ചെന്ന് ഈശോയ്ക്ക് നന്ദി പറയാം. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോന്ന് നയിക്കുന്നതിൻ്റെ അടയാളമാണ്. ഞങ്ങൾക്ക് ആർക്കും പരിചയമൊന്നും വിചാരിച്ചല്ല വിളിച്ചത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ കർത്താവ് ക്രമീകരിക്കുകയാണ്. അതുകൊണ്ടാണ് തങ്കച്ചാനൊക്കെ ഇന്ന് അച്ഛനെ കാണാൻ വേണ്ടി തന്നെ എത്തിയതാണ്. അപ്പോൾ അച്ഛനെ ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ തുവാനിസ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ് ഇപ്പോൾ. ഒപ്പം OSH അച്ഛൻ്റെ സഭ, OSH സഭയുടെ ജനറൽ കൗൺസിലറായിട്ട് സേവനം ചെയ്യുന്നു. അതോടൊപ്പം കോട്ടയം അതിരൂപത കരിസ്മാറ്റിക് ധ്യാന മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ഡയറക്ടറായിട്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അച്ഛനെ ഇന്ന് ലഭിച്ചതിൽ നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവൻ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. അച്ഛനിലൂടെ വലിയൊരു കൊടുങ്കാറ്റിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ഒരു അഗ്നി ഇവിടെ ആഞ്ഞിറങ്ങണം. കിട്ടിയ വചനം നമ്മളത് ആവർത്തിക്കുകയാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി വാനപ്പെട്ട റജി അച്ഛനിലേക്ക് ഈ ഒരു അഭിഷേകം നിറയണം. അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്ക്, ദുവാനിസ ധ്യാന കേന്ദ്രത്തിലേക്ക്, ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളിലേക്ക്, ഈ കാർമൽ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. ഇതിനുവേണ്ടി നമുക്ക് രാപകൽ അധ്വാനിക്കുന്ന സഹോദരങ്ങളുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പന്തലിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ, അത് ആ മണ്ണിനോട് മല്ലടിച്ച് ശുശ്രൂഷ ചെയ്യുന്ന അനേകം മക്കൾ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. അവരിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഒരു അഭിഷേകത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിൽ കർത്താവിൻ്റെ കാറ്റിൽ തള്ളിയലച്ച് വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. കർത്താവിൻ്റെ കാറ്റിൽ തള്ളിയലച്ച് വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. ഈ ഒരു അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. നമുക്ക് ആ വചനം നെഞ്ചോട് ചേർത്തുന്ന ഇന്നത്തെ ശുശ്രൂഷകൾ, അടുത്ത ആഴ്ചയിൽ നടക്കുന്ന കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ, ഈ ആഴ്ച വരെ കാലാവസ്ഥ, മറ്റെല്ലാ ഒരുക്കങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് കർത്താവെ പരിശുദ്ധാത്മാവെല്ലാം ഏറ്റെടുക്കണം. നമ്മുടെ കഴിവുകളോ സാമർഥ്യമോ ഒന്നുമില്ല. നമ്മുടെ ബലഹീനതയിലാണ് ആത്മാവ് നമ്മെ സഹായിക്കുക. കുറവുകൾ നമുക്ക് സമർപ്പിക്കാം. ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ വചനം ഒന്ന് ഏറ്റുപറയാം. കർത്താവിൻ്റെ കാറ്റിൽ, ഈ ഒരു അഭിഷേകം പോരാ, നല്ല അഭിഷേകത്തോട് പറഞ്ഞേ, കർത്താവിൻ്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. വിശ്വസിക്കാം നമുക്ക്. കർത്താവിൻ്റെ കാറ്റിൽ ഇവിടെ തള്ളിയലച്ച് വരുന്ന പ്രവാഹം പോലെ പരിശുദ്ധാത്മാവ് ഇവിടെ ആഞ്ഞടിക്കുന്നത് കണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പറഞ്ഞേ, വലത് കൈ ഉയർത്തി അവരഭിഷേകം സ്വീകരിച്ചേ. കർത്താവിൻ്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും.
അവിടുന്ന് വരും. വിശ്വസിക്കാം നമുക്ക്. കർത്താവിന്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. സ്നേഹത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കരങ്ങളൊക്കെ അടിച്ച് എല്ലാ മഹത്വവും നമുക്ക് കർത്താവിനെ കൊടുക്കാം. ഇതാ വചനം പറയുന്നു, എല്ലാ കഴിവുകളും വെച്ച് കർത്താവിനെ സ്തുതിക്കാം. കരങ്ങളടിച്ചാം സന്തോഷത്തോടെ. സന്തോഷമുള്ളവരൊക്കെ എന്ന കാലുകളൊക്കെ മാറ്റി അടുത്തുള്ളവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആനന്ദം, കർത്താവിൽ ആനന്ദിക്കുക. അവിടെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക. അവിടെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. ഈ വചനത്തോട് ചേർന്ന് കർത്താവ് ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവൻ ഏറ്റെടുക്കുന്നത് കണ്ട് പറയാം. ആഗ്രഹത്തോടെ അടുത്തുള്ളവരെ നോക്കി ആഹ്ലാദത്തോടെ. ഫിലിപ്പി 4:4 വചനത്തിന്റെ അഭിഷേകം. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. കരങ്ങൾ അടിച്ചു പാടാം. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ രൂപത്തോടെ ചേർന്ന് പാടാം. രൂപത്തോടെ അഭിഷേക ശക്തിയാകും അഭിഷേക ശക്തിയാ രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കാം. റുഹായേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഇത് പുതിയൊരു ബന്ധക്കുസ്താകട്ടെ. ഇത് പുതിയൊരു പന്തക്കുസ്തദിനമാകട്ടെ. ഇന്ന് അഭിഷേകത്തെ പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയാൽ പുത്തനഭിഷേകം പുത്തനുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ നിന്ന് എല്ലാവരും ആഗ്രഹിച്ച് വിളിക്കാം. കരങ്ങൾ അടിച്ചു പാടാം. ഇത് പുതിയൊരു പന്തക്കുസ്തദിനമാകട്ടെ. ഇന്ന് അഭിഷേകത്തേക്കാൾ ആഞ്ഞുവീശട്ടെ. ഇത് പുതിയൊരു പന്തക്കുസ്തദിനമാകട്ടെ. ഇന്ന് പുതിയൊരു പന്തക്കുസ്തദിനമാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. വലിയൊരു അഭിഷേകം നിറയട്ടെ. ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്തുള്ളവരുടെ കരം കോർത്ത് പിടിച്ച്, കരം ചേർത്ത് പിടിച്ച് ഉയർത്തി വലിയൊരു ആനന്ദത്തോടെ കർത്താവിനെ ആരാധിച്ച് സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര ആനന്ദകരമാണ്. അഹ്റോന്റെ തലയിൽ നിന്ന് ഒഴുകിയ അഭിഷേക തൈലം പോലെ എല്ലാവരും കരങ്ങൾ ചേർത്ത് പിടിച്ച് ഒരുമേലെന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. സ്നേഹത്തോടെ കൂട്ടായ്മയിൽ കർത്താവിനെ ആരാധിക്കട്ടെ. കരങ്ങൾ അടിച്ചു പാടാണ്. അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക. വചനത്തിൻ സാക്ഷികളാകാൻ ഹൃദയമൊരുക്കിടുക. വരങ്ങളും ദൈവസ്വഭാവങ്ങളും ദൈവശക്തിയാൽ വരങ്ങളും ദൈവസ്വഭാവങ്ങളും ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. ഓ പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തിയടിച്ച് പുത്തനഭിഷേകം
ഉയർത്തി പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തെ കാറ്റാഞ്ഞു വീശട്ടെ. 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 പുതുശക്തിയാ നന്നായിട്ട് കരങ്ങളടിച്ച് അഭിഷേകത്തെ പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേകത്തെ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കുക, റുഹായേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും വിളിക്കട്ടെ, ആഗ്രഹത്തോടെ വിളിക്കട്ടെ. ആഗതനാകണമേ, റുഹായേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വേഗം ആഗതനാകണമേ. വേഗം വാങ്ങണമേ. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കട്ടെ, റുഹായേ എന്ന് വിളിക്കട്ടെ. റുഹായേ വേഗം ആഗതനാകണമേ. റുഹായേ വേഗം ആഗതനാകണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വന്ന് നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പൂർവ്വകാലങ്ങളിലെ പിതാക്കന്മാരിലും പ്രവാചകന്മാരിലൊക്കെ നിറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഒരു പുതിയ അഭിഷേകമായി, ഒരു പുതിയ കൃപയായി, ഒരു പുതിയ ചൈതന്യമായി അവിടുന്ന് എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവിക ചൈതന്യം എല്ലാവരിലും നിറയട്ടെ. നമ്മുടെ വേദനകളുടെ നടുവിലേക്ക്, നമ്മുടെ രോഗങ്ങളുടെ നടുവിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മളെ ഭാരപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലേക്കും ആ സ്വർഗീയ ചൈതന്യം വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയുമ്പോൾ ശക്തരായി നമ്മൾ മാറും. വിശ്വസിച്ചുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥനയേറ്റ് ചൊല്ലാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ സമൂഹത്തിലേക്കും കുടുംബങ്ങളിലേക്കും ദേശം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വരണമേ. അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഒരു നവചൈതന്യമായി, ഒരു പുതിയ പെന്തക്കോസ്തായായി പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വരണമേ. ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ
തടസ്സമായി നിൽക്കുന്ന ഞങ്ങളിലെ എല്ലാ അയോഗ്യതകളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ. ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ ആത്മാവേ ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും, പ്രത്യേകിച്ച് രോഗാവസ്ഥകളെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള എല്ലാ ആകുലതകളെയും അവിടുന്ന് എടുത്തു മാറ്റി പ്രത്യാശ നൽകണമേ, സ്നേഹം നൽകണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ മനസ്സിലൊന്ന് ഓർക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് പൂരിതയാണ് നമ്മുടെ അമ്മ. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മയിൽ നിറഞ്ഞ പോലെ ആത്മാവിൻ്റെ ആ വലിയ കൃപാഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും മറ്റു കൂദാശകളിലൂടെ എല്ലാം ദൈവം ഞങ്ങളിലേക്ക് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ജീവിത വ്യഗ്രതകൾ കൊണ്ടെല്ലാം ചിലപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാം, മങ്ങിപ്പോകാം. അങ്ങനെ മങ്ങിപ്പോയതെല്ലാം വീണ്ടും ഞങ്ങളുടെ ഉള്ളിൽ സജീവമാകട്ടെ, ജ്വലിക്കട്ടെ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യാശയോടുകൂടെ അമ്മയുടെ കരങ്ങളിലേക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മളെല്ലാവരും യോഗ്യരാകുവാൻ നമുക്ക് നമ്മളെ തന്നെ ആശീർവദിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്ക് സ്തുതി കൊടുക്കാം സന്തോഷത്തോടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ സ്തുതി കൊടുത്തതൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങളിൽ കുറേ പേരൊക്കെ വളരെ സീരിയസ് ആയിട്ട് നിന്നാണ് സ്തുതി കൊടുത്തത്. കാലാവസ്ഥയൊക്കെ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ടാണോ? എനിക്കൊരു പേടിയുണ്ട്. നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ട് നിന്നാൽ ഉച്ചയാകുമ്പോഴേക്കും നിങ്ങളുടെയൊക്കെ പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, ആശുപത്രി പോകേണ്ടി വരും. നിങ്ങൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ, ചിരിക്കണം നിർബന്ധമൊന്നുമില്ല, മുഖത്തോടൊക്കെ നോക്കി അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളൊരു സ്തുതി കൊടുക്കുമ്പോൾ ഈ സ്തുതി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്നെ ഒരു മറുപടി പറയണ എന്നാ? അപ്പം അങ്ങനെയൊന്നും പറയണ കേട്ടില്ലല്ലോ. പലരും കിട്ടിയതൊക്കെ പോക്കറ്റിൽ വെക്കുന്ന പോലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ മേടിച്ച് വെക്കുകയാണ്. അടുത്തുള്ളവർക്ക് അവർ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വളരെ സ്നേഹത്തോടെ നമ്മുടെ മുഖത്തോടെ നോക്കി പറയുമ്പോൾ അവരോട് മറുപടി പറയണം, ഇപ്പോഴും എപ്പോഴും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. മുഖത്തോടൊക്കെ നോക്കി ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. ഇരിക്കാം. നിങ്ങൾ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടുത്തെ വചനത്തിൻ്റെ പ്രത്യേകമായൊരു അഭിഷേകമൊക്കെ നമ്മൾ നിറയും. അതുകൊണ്ടത് വിശ്വസിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് ആയിരിക്കാം. നമ്മളിവിടെ ഇത്രയും ആളുകൾ, പ്രത്യേകിച്ച് മഴയും മറ്റ് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ദൈവം നമ്മളെ അവിടുത്തെ സന്നിധിയിൽ ഇത്രയും പേര് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, ഈശോയെ ആരാധിക്കുമ്പോൾ അതിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് മാത്രമല്ല നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കപ്പെടും. വലതുറ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു വചനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ആ വചനത്തിൻ്റെ ഒരു അഭിഷേകം നീ കൂട്ടായ്മയിൽ നിറയാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. 115 സങ്കീർത്തനം അതിൻ്റെ 12 തിരുവചനം ഇങ്ങനെയാണ്: കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നമ്മളെ അനുഗ്രഹിക്കും. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 115:12 ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലങ്ങ് ഉറക്കട്ടെ. ഹല്ലേലൂയ. ആ വചനം നമ്മളുടേതായിട്ട് ഇത് എൻ്റെ ദൈവം എന്നോട് പറയുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ കുറേ സങ്കടങ്ങൾ കാണും, ആരോടും പറയാൻ പറ്റാത്ത നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ കാണും. അപ്പം അങ്ങനെയുള്ള നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളെല്ലാം ആരറിയുന്നുണ്ട്? പറ. തമ്പുരാൻ അറിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വേദനകളും ദുഃഖങ്ങളും എല്ലാം അറിയുന്ന എൻ്റെ ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് പറയുന്ന ഒരു വചനമായിട്ട് ഇതിനെ കാണാനും സ്വീകരിക്കാനും നമുക്ക് പറ്റണം. ഞാനായിരിക്കുന്ന അവസ്ഥ
മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ദൈവം എന്നോട് പറയാണ്, പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. നീ നിൻ്റെ ഈ പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കൊക്കെ നോക്കി നീ എന്തു ചെയ്യും? ആര് സഹായിക്കും? എങ്ങനെ ഇതെല്ലാം പരിഹരിക്കും? നിനക്ക് ചിലപ്പം ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ദൈവം നിൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ, യെശയ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുന്നു, നിന്റെ ചിന്തകൾ പോലെയല്ല എൻ്റെ ചിന്തകൾ, എൻ്റെ വഴികൾ പോലെയല്ല നിന്റെ വഴികൾ. ഈ ഭൂമിക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആകാശം പോലെ ഉന്നതമാണ് ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വഴികളും ഒക്കെ. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടാനായിട്ട് പറ്റും. അവിടുന്ന് സർവശക്തനാണല്ലോ. അതുകൊണ്ട് ആ ദൈവം എന്നോട് പറയുന്നതായിട്ട് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ വചനത്തെ നമ്മൾ സ്വീകരിക്കണം. നമ്മൾ പറയാ, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. കണ്ണുകളൊക്കെ നടച്ചിട്ട് വലതുകരം ആ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വചനം ഞാൻ അവിടുത്തെ വചനം ഇത് എനിക്കുള്ള വചനമാണ്, അവിടുന്ന് എന്നോട് പറയുന്നതാണ്, അതൊന്ന് വിശ്വസിച്ച് അത് സ്വീകരിച്ചുകൊണ്ട് പറ. അല്പം കൂടെ സ്വരം ഉയർത്തി പറഞ്ഞ്, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിറയണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഓർത്തോണം. പലരും എന്നോട് പറയാറുണ്ട്, ഈ വചനമൊക്കെ ഇങ്ങനെ ഒന്ന് പഠിക്കണം എന്നും ഒക്കെ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ആ പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? വചനം ഓർത്തിരിക്കാനും പഠിക്കാനൊക്കെ ആത്മാവിൻ്റെ ഒരു പ്രത്യേക ഒരു കൃപ നമുക്ക് വേണം. അതോടൊപ്പം നമ്മുടെ ചില പരിശ്രമങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. ഇപ്പം നമ്മളൊരു വചനം പഠിച്ചല്ലോ, സങ്കീർത്തനം 115:12. നിങ്ങളൊരു 5-6 പേരോടെങ്കിലും ഈ വചനം ഒന്ന് പറഞ്ഞേ. ഇവിടെ നിങ്ങൾ പറയുന്നത് എനിക്കറിയാം, ഇത് പുറത്തിറങ്ങിയാൽ പറയുമോ? നമ്മുടെ പ്രത്യേകത, നമ്മൾ വചനം വായിച്ചതങ്ങ് അടച്ചു വെച്ചാൽ പിന്നെ ഇത് മിണ്ടിയല്ല. ഞാനിവിടെ നിന്ന് പറയട്ടെ, നിങ്ങളൊരു 5-6 പേരോട് ഈ വചനം വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുകയാണ്, കാണാൻ പോവോ? നിങ്ങൾ തന്നെ മനുഷ്യരാണ്, അപ്പം അങ്ങനെ പോവുമൊന്നുമില്ലേ? തിരക്കാന്നും പറഞ്ഞിരിക്കരുത്. എപ്പോഴെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ഈ രോഗികളെയൊക്കെ ഒന്ന് കാണാൻ പോകണം. അങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, രോഗാവസ്ഥയിലിരിക്കുകയാണ്, കാണാൻ ചെല്ലുമ്പോൾ എന്നെ പറയുന്നേ, ഉവ്വ അതവിടെ വെച്ചേക്ക്. ഇതിനു മുമ്പുള്ള കാര്യം ഞാൻ ചോദിക്കുന്നത്. ഇനി നിങ്ങളിങ്ങനെ പറയുമായിരിക്കും, പ്രാർത്ഥിക്കാന്ന് പറയും. പിന്നെ എന്നാ പറയണേ? വിഷമിക്കണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ മനുഷ്യരാണ്. എന്നാൽ ചില ആളുകളുടെ പരിപാടി എങ്ങനെയെന്നറിയോ? ഈ രോഗികളെ കാണാൻ ചെല്ലുമ്പോൾ ഒരുതരം സഹതാപ പ്രകടനമാണ്. അവർ പറയും, ഹോ, എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടും ഇത്രയും കൊന്ത ചൊല്ലി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടും ഇത്ര ആളുകളെ ധ്യാനത്തിനൊക്കെ പറഞ്ഞു വിട്ടിട്ടും പറഞ്ഞു നിനക്ക് ഈ ഗതികേട് വന്നല്ലോ. ആ പാപം, ഈ രോഗപീഠ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ പറ്റാവുന്ന പോലെയൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പറ്റാവുന്ന നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ഇത് വന്നല്ലോ. എന്നാൽ പള്ളിയില്ല, പ്രാർത്ഥനയില്ല, കുമ്പസാരവും ഇല്ല, കൂദാശയില്ല, തോന്നിവാസം ജീവിക്കുന്നവർക്ക് വെറുതെ അല്ല, പണ്ടേ കേട്ടിട്ടുണ്ട് ഈ പള്ളിയും പട്ടക്കാരുമായിട്ടൊന്നും കണ്ടോ, എല്ലാം തലയെ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു കുഴപ്പവും ഇല്ല. ഈ ചിന്തയൊക്കെ എവിടുന്ന് വരുന്നതായിരിക്കും? ഒത്തിരി പള്ളിയോടൊന്നും അടുക്കാതിരിക്കുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന നല്ലത്. ഈ ചിന്തയൊക്കെ എവിടുന്ന് വരുന്നതായിരിക്കും? പറഞ്ഞു. അത് പറയുമ്പോൾ എൻ്റെ നേരെ നോക്കണമെന്നില്ല. ഹല്ലേലൂയ. നിന്നെ ഈ അൾത്താരയിൽ നിന്ന്, ഈ ദേവാലയത്തിൽ നിന്ന്, ഈ കൂദാശയിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നത് അത് പിശാചാണ്. കാരണം സഭ പഠിപ്പിക്കുക, ഓരോ ബലിവേദിയിൽ നിന്നും ഒരു വിശുദ്ധ കുർബാനയിലൂടെ അവർണ്ണനീയങ്ങളായ
അനുഗ്രഹങ്ങൾ, വർണ്ണിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള അനുഗ്രഹങ്ങളും കൃപകളുമൊക്കെയാണ് ദൈവമക്കളിലേക്ക് ഈ കൂദാശകളിലൂടെ ബലിയിലൂടെയൊക്കെ പങ്കുവെച്ചു കൊടുക്കുന്നത്. നമ്മൾ 84-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ, മീവൽ പക്ഷി തൻ്റെ കുഞ്ഞിനു കൂടും, കുരുകിൽ പക്ഷി സങ്കേതവും എവിടെ ബലിപീഠത്തിൽ എന്ന് പറഞ്ഞാൽ മീവൽ പക്ഷിയും കുരുകിൽ പക്ഷിയുമൊക്കെ തൻ്റെ കുഞ്ഞുങ്ങളെ ഈ ബലിപീഠത്തിലിട്ട് വളർത്തിയെന്ന്. ഈ അൾത്താരയോട് ചേർത്ത് നിർത്തി, സഭയോട് ചേർത്ത് നിർത്തി, ഈ കൂദാശകളോടൊക്കെ ചേർത്ത് നിർത്തി കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നാൽ ഒരിക്കലും ഈ കുഞ്ഞുങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് അകറ്റാനായിട്ട് പിശാച് ശ്രമിക്കും. ആ പിശാചാണ് ഈ ചിന്തയൊക്കെ തരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ അവരുടെ ചിന്ത ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവത്തിലേക്ക് പോവുകയാണ്. ആ രോഗി, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നീ കാണാൻ ചെന്നിട്ട് നീ ഇത് തന്നെ പറയാണ്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്കിങ്ങനെ വന്നല്ലോ. നിന്റെ സന്ദർശനം കൊണ്ട് ആ രോഗിക്ക് വല്ല ഉപകാരമുണ്ടോ? ആ പരിപാടി നിർത്തിയിട്ട് ഇനി വിഷമിച്ചിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന രോഗിയെയോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഏതെങ്കിലും തരത്തിലും വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണം, വിഷമിക്കേണ്ടെന്നേ. 115-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്, കർത്താവിന് നിന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിങ്ങളെ അനുഗ്രഹിക്കും. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, നിന്റെ സന്ദർശനം കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ വചനം ആ വ്യക്തിയിൽ പ്രവർത്തിക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്കെന്നെ മെച്ചം, അങ്ങനെ 3-4 പേരോട് പറയുമ്പോൾ പിന്നെ ഒരിക്കലും ഈ വചനം നമ്മൾ മറക്കില്ല. നിങ്ങൾ പരീക്ഷിച്ചു. ഹല്ലേലൂയ. അടുത്തുള്ള ആൾക്കൊരു ഷെയ്ക്കാൻ്റെ കൊടുത്തോണ്ട് പറ, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിന്നെ അനുഗ്രഹിക്കും. പറ, ഇതങ്ങനെ അങ്ങ് സംഭവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങനെ ഈ ഹല്ലേലൂയയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ചില ആളുകൾക്കിത് കേൾക്കുന്നത് ഇഷ്ടമില്ല. ഞാനൊരിക്കലും ഇടവകയിൽ വാർഷിക ധ്യാനം നടത്താനായിട്ട് ചെന്നാണ്. ഇടവകയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാലോ, ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ആഗ്രഹിച്ച് വന്നവരാണ്. ഇടവകയിലൊക്കെ വികാരിച്ചന്മാരെല്ലാവരും ധ്യാനത്തിന് വന്നെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കുറേ പേര് വരും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇടവകയിലൊക്കെ ചെല്ലുമ്പോൾ വചനം പങ്കുവയ്ക്കാനും ക്ലാസ് തുടങ്ങാനൊക്കെ അത്ര എളുപ്പമല്ല. കാരണം ചില ആളുകളെല്ലാം ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുമ്പം നമുക്കൊരു ഒരു 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 ബുദ്ധിമുട്ട് തോന്നും. അപ്പം അതുകൊണ്ട് പാട്ടൊക്കെ പാടി പ്രാർത്ഥിപ്പിച്ച് അങ്ങനെ ഒരുക്കി കൊണ്ടുവന്നിട്ടാണ് ക്ലാസ്സൊക്കെ തുടങ്ങുന്നത്. അപ്പം ഞങ്ങളൊരു പാട്ടൊക്കെ പാടി ഒന്ന് പ്രാർത്ഥിപ്പിച്ചു, ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ നടത്തി. ഞാനൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊടുത്തു. പിന്നെ കുറേ പേരെങ്ങനെ ചെല്ലുന്നുണ്ടെങ്കിലും നമുക്കൊരു ധ്യാന കേന്ദ്രത്തിലൊക്കെ കിട്ടുന്ന പോലെ നമുക്കൊരു എന്നാ പറഞ്ഞ ഒരു ആത്മീയ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അപ്പം ഒന്നും കൂടെ ഒരു ഈരടിയൊക്കെ പാടിപ്പിച്ച് ഒന്നും കൂടെയൊക്കെ സ്തുതിപ്പിച്ച് കഴിഞ്ഞത്തേനും ഇത്രയൊക്കെ ആയപ്പോഴത്തേനും ഒരു അപ്പച്ചൻ വളരെ ഓപ്പണായിട്ട് ചോദിച്ചു, അച്ഛാ ഇനി ഇങ്ങ് തുടങ്ങാൻ മേലെ, കുറേ നേരം ആയല്ലോ, പാട്ടും കയ്യടിയും. അപ്പം എനിക്ക് നമ്മൾ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പെട്ടെന്നുള്ള പ്രതികരണമാണ്. എങ്കിലും പെട്ടെന്നൊരു വിഷമം പോലെ തോന്നിയെങ്കിലും എനിക്ക് സന്തോഷം തോന്നി. കാരണം ആ അപ്പച്ചൻ ആത്മാർത്ഥമായിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞല്ലോ. ബാക്കി പലരുടെയും മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരച്ഛൻ വന്നിട്ട് എത്ര നേരമായി പാട്ട്, കയ്യടി, പാട്ട്, പിന്നെ കൈ പൊക്കാൻ പറയുന്നു. പക്ഷേ ഈ അപ്പച്ചൻ ഒന്ന് തുറന്ന് പറഞ്ഞല്ലോ, അച്ഛൻ ഇനി അങ്ങ് തുടങ്ങിക്കോന്ന്, ഇത്രയൊക്കെ പാട്ടൊക്കെ പാടിയല്ലോ, മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ഇങ്ങനെ കുറേ ആളുകൾക്ക് ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്നതൊന്നും അങ്ങനെ ഇഷ്ടമില്ല. പിന്നെ നിങ്ങൾക്ക് അച്ഛൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളാം. അതുപോലെ എന്തിനെങ്ങനെ ഒത്തിരി ഉറക്ക സ്തുതിക്കുന്നത്, ദൈവത്തിന് ചെവി കേൾക്കിയല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. 22-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വചനം എടുത്തൊന്ന് വായിച്ചേ. അപ്പോൾ നമുക്കെന്നെ ദൈവത്തെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും ഒക്കെ ഈ വചനം ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിട്ട് മാറും. സങ്കീർത്തനം 22:3. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ചോദ്യമൊക്കെ ചോദിച്ചില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉറങ്ങാൻ തുടങ്ങും, മഴയും കൂടെ ഉണ്ട്. ഇസ്രായേലിൻ്റെ അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം വലിയൊരു ആത്മീയ സത്യം ഈ വചനത്തിലൂടെ തൻ്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്.
എന്താണ്? ദൈവം എവിടെ വസിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തുതിയുടെ സിംഹാസനത്തിൽ. ഉപവിഷ്ടനായിരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ പ്രസംഗം പറഞ്ഞ് ഓർക്കുന്നില്ലേ? ടീച്ചർമാർ പ്രസംഗമൊക്കെ എഴുതിയെത്തത് നമ്മളെ കണ്ട് കാണാതെ പഠിപ്പിച്ച് പറഞ്ഞതൊക്കെ ഓർക്കുന്നില്ലേ? വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന സംപൂജ്യനായ അധ്യക്ഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലേ തുടങ്ങിയതൊക്കെ. അപ്പോൾ ഉപവിഷ്ടനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പൊ ദൈവം എവിടെ ഇരിക്കുന്നു? സ്തുതിയുടെ സിംഹാസനത്തിൽ ദൈവം വസിക്കുന്നു. എവിടെയാണ് ദൈവം വസിക്കുന്നു? ഈ വചനം ശരിക്കും ഹൃദയത്തിൽ കിട്ടിയാൽ കർത്താവിനെ സ്തുതിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിഷമോ ഒരു നാണക്കേടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെ തോന്നിയല്ല. കാരണം എന്താ ഈ വചനം പഠിപ്പിക്കുന്നത്? നീ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ആ ഹൃദയത്തിൽ ദൈവം വസിക്കും. പറ ഹല്ലേലൂയ. ദൈവം വസിക്കുന്ന സ്ഥലത്തിന് എന്നെ പേര് പറയണേ. ഇത് മറന്നേക്ക്. നമ്മൾ ദൈവം വസിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ദേവാലയം. നിന്റെ ഹൃദയം ഒരു ദേവാലയമായിട്ട് മാറും. പറ ഹല്ലേലൂയ. അങ്ങനെ ഹൃദയത്തിൽ ദൈവം വസിക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം വേണം, എൻ്റെ ഹൃദയം ഒരു ദേവാലയമായി മാറണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നിട്ടാണോ ഇങ്ങനെ സ്തുതിക്കുന്നത്? ദേവാലയമായിട്ട് മാറട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ നിറയട്ടെ, അങ്ങനെ ആഗ്രഹിച്ച്. ഇത് അച്ഛൻ പറഞ്ഞു കേട്ടല്ലോ, വചനമല്ലേ? സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ പരിശുദ്ധനാണ്. അപ്പം ഞാൻ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധനായ ദൈവം വസിക്കും. വലതുകൈ ഉയർത്തി എന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെങ്കിൽ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ സ്തുതിച്ച് ആരാധിച്ചാലോ? പറഞ്ഞു. ഞാൻ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ എൻ്റെ ഹൃദയം ദേവാലയമായി മാറും. ഒരു കുടുംബത്തിൽ ആ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആരാധിച്ചാൽ ആ കുടുംബം ദേവാലയമായി മാറും. വേറെ വാക്കുകളിൽ പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലത്തിന് ദേവാലയം എന്ന് മാത്രമല്ലല്ലോ, കുറച്ചും കൂടെ രാജകീയമാർ വേറുണ്ടല്ലോ. സ്വർഗം, കുടുംബം സ്വർഗമായി മാറും. ഈ വചനം വിശ്വസിക്കാൻ പറ്റിയാൽ, ഇതൊരു അഭിഷേകമായി തീർന്നാൽ, പ്രിയപ്പെട്ടവരെന്നെ കർത്താവിനെ സ്തുതിക്കുന്നത് ആരാധിക്കുന്നതൊക്കെ ഒരു അനുഗ്രഹമായി മാറും. ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ നോയമ്പ് കാലത്ത് ഞാൻ ഒരു 5 ആഴ്ച ഓസ്ട്രേലിയയിൽ 5 പള്ളികൾ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. അപ്പം അങ്ങനെ പരിചയമുള്ള ചില വീടുകളിലൊക്കെ പോകാനിടയായി. നാട്ടിൽ വെച്ച് തന്നെ പരിചയമുള്ള 1-2 വീടുകൾ. അപ്പം ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ വെച്ച് തന്നെ നല്ല പ്രാർത്ഥന ധ്യാനവും കൂടി നല്ല കൃപയിൽ ജീവിച്ച വ്യക്തികൾ. അവരാ വിദേശത്ത് ചെന്നിട്ടും പ്രത്യേക സാഹചര്യങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവരെ അവരാ കൃപയൊന്നും നഷ്ടപ്പെടുത്തിയില്ല. എനിക്ക് മനസ്സിലായി, ആ നാട്ടിൽ ചെന്നിട്ടും ആ അപ്പനും അമ്മയും മക്കളും ഒക്കെ കൂടെ ശരിക്കും ഒരു സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഈ വചനത്തിൻ്റെ അഭിഷേകം കിട്ടി സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെല്ലാവരും മനസ്സിൽ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ പിന്നെ കർത്താവിനെ ആരാധിക്കുന്നതൊക്കെ നമുക്കൊരു വലിയൊരു അഭിഷേകമായി മാറും. നമ്മുടെ കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ്. കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ കുടുംബമൊക്കെ എങ്ങനെയുണ്ട്? ദൈവത്തിന് സ്തുതി. താമസിച്ചൊരു ധ്യാനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സമയം. ഇപ്പം ഞങ്ങൾ അച്ഛന്മാരൊക്കെ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ എല്ലാവരും ബാഗൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. അച്ഛന്മാരോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാനായിട്ട് കുറേ ആളുകൾ ഞങ്ങളെടുത്തേക്ക് അച്ഛാ പോവുകയാണേ എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അവർ പിന്നെയും പറഞ്ഞു പ്രാർത്ഥിക്കണേ. 3-4 ദിവസം പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ അവർ പോകാൻ നേരത്ത് നീ അച്ഛനോട് വേറെ എന്നാ പറയുന്നത്, അതുകൊണ്ട് പ്രാർത്ഥിക്കണേ. അപ്പോൾ ഒരു ഇടവകയിൽ നിന്ന് വന്നൊരു 3-4 പേര് ഒരുമിച്ച് അവരെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് അച്ഛാ നല്ല അനുഭവമായിരുന്നു. എല്ലാ ധ്യാനം കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ പറയാറുള്ളത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ധ്യാനം കൂടിയത്. എല്ലാ ധ്യാനം കഴിയുമ്പോൾ അങ്ങനെ പറയണേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അച്ഛാ പ്രാർത്ഥിക്കണം,
എന്നിട്ട് അതിലുണ്ടായിരുന്ന ഒരു ചേച്ചി പറഞ്ഞു, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എന്തൊരു സന്തോഷമായിരുന്നു, പാട്ടും പ്രാർത്ഥനയും ആരാധനയും കൗൺസിലിങ്ങും, എന്തൊരു അനുഭവമായിരുന്നു. എന്നിട്ട് ചേച്ചി പറഞ്ഞു, ഇനി ആ നരകത്തിലോട്ട് ചെല്ലുമ്പോൾ എന്താവോ, ഇനി ആ നരകത്തിലോട്ട് ചെല്ലുമ്പം. അപ്പം 4 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു കുടുംബനാഥ സ്വന്തം വീടിനെ ഉപമിച്ചത് നരകം എന്നാണ്. എന്ന് പറഞ്ഞാൽ നരകതുല്യമായ ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലല്ല, അങ്ങ് ആഫ്രിക്കയിലൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ നിറയണം, ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ കുടുംബത്തിലുണ്ടാകണം, അങ്ങനെ ആഗ്രഹിക്കണം. വേറെ എന്തെല്ലാം ഉണ്ടായിട്ടും ഈ ഒരു ദൈവാനുഭവം ഇല്ല എങ്കിൽ ഇഷ്ടംപോലെ സമ്പത്ത്, ജോലി, മറ്റ് ഭൗതിക കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകതുല്യമായ എത്രയോ ജീവിതങ്ങൾ. വിദേശത്തു നിന്ന് വന്ന ഒരു കുടുംബനാഥൻ, ഞാൻ ഒരു 10-12 വർഷം മലബാറിൽ ഒരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 3 വർഷം ഒരു പള്ളിയിൽ വികാരിയായിട്ട് സേവനം ചെയ്തു. 10-12 വർഷം ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ധ്യാനത്തിനൊക്കെ വരും, സഹായിക്കാനൊക്കെ പോകും. എങ്കിലും ഒരു ചേഞ്ച്, എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്ന ആൾ ഡയറക്ടറായി. അപ്പം ഞാൻ ഒരു 10-12 വർഷം അവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു മാറ്റം പിതാവിനോടൊക്കെ പറഞ്ഞ് ഒരു ഇടവക ചോദിച്ച് അങ്ങനെ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എനിക്ക് 2 പള്ളിയാണ്, ഒരു കൊച്ചു പള്ളിയും ഒരു ഇടവകയും അതിൻ്റെ ഒരു സ്റ്റേഷൻ പള്ളിയും. ഈ സ്റ്റേഷൻ പള്ളിയിൽ ഇടവക അംഗമായിരുന്ന ഒരു കുടുംബം, അവർ വിദേശത്ത് അമേരിക്കയിലാണ്. അവരെല്ലാ വർഷവും വന്ന്, അതൊരു കൊച്ചു പള്ളിയാണ്, അവിടുത്തെ നാട്ടിൽ നമുക്കറിയാലോ പെരുന്നാളൊക്കെ വലിയ ആഘോഷമാണ്. ഈ ഒരു കൊച്ചു പള്ളിയിൽ ഇടവക്കാർ തന്നെ ഒരു തിരുനാളൊക്കെ നടത്തി വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ പള്ളിയിൽ ഈ കുടുംബാംഗങ്ങൾ എല്ലാ വർഷവും മാറി മാറി തിരുനാൾ നടത്തും. അവർ ചേട്ടനനിയന്മാർ, അതുപോലെ അവരുടെ കസിൻസിനെ കൊണ്ടെല്ലാം. കാരണം അവർക്ക് ഒത്തിരി ദൈവാനുഭവമൊക്കെ ഉണ്ടായി, നാട്ടിൽ വെച്ചുണ്ടായതുകൊണ്ട് അതിൻ്റെ നന്ദിയായിട്ട് അവർ തിരുനാൾ നടത്തുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന വർഷം ഇങ്ങനെ ഇവർ അമേരിക്കയിൽ നിന്ന്, ആ കോവിഡ് കഴിഞ്ഞുള്ള വർഷമാണ്, അമേരിക്കയിൽ നിന്ന് വന്ന് വലിയ ആഘോഷമായിട്ട് ഒരു തിരുനാൾ നടത്തുകയാണ്. അപ്പം തിരുനാൾ അതിൻ്റെ അവസാന ദിവസം ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ദിവസങ്ങളിൽ അച്ഛനോടൊന്ന് സംസാരിക്കണം എന്നോർത്തൊക്കെ ഇരുന്നാണ്, പക്ഷെ തിരക്ക് കാരണം പറ്റിയില്ല. എന്നെങ്കിലും എൻ്റെ ഈ ഒരു നിയോഗം അച്ഛനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ, ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ട് അവിടുന്ന് വന്ന് ഇത്രയും കാശൊക്കെ മുടക്കി ഈ തിരുനാൾ നടത്തുമ്പോൾ എൻ്റെ ഒരു പ്രധാന നിയോഗമുണ്ട് അച്ഛാ. അപ്പം ഞാനും വലിയ ആദരവോടെ, കാരണം ഒരു കൊച്ചുപള്ളിയാണ്, ഇവരൊക്കെ മനസ്സ് കാണിക്കുന്നതുകൊണ്ടാണ് അവിടെ ഈ തിരുനാളൊക്കെ നന്നായിട്ട് നടത്തുന്നത്. അപ്പം ഞാൻ വലിയ പ്രസിദ്ധന്തിയല്ലേ, ഞാൻ വലിയ ആദരവോടെ അദ്ദേഹത്തെ ഇങ്ങനെ കേൾക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിണക്കൊന്നും വരരുതല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ നിയോഗം ഇതാണ്, മോൾക്ക് 26 വയസ്സായി, അവള് കല്യാണം കഴിക്കുമെന്നൊന്നും അറിയാൻ മേല. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ 26 വയസ്സാകുമ്പോഴത്തേനും കാരണവന്മാരും മക്കളെയൊക്കെ നിർബന്ധിക്കും അല്ലേ, അതിന് പഠിച്ചതൊക്കെ മതി, ഇനി ജോലിയൊക്കെ പിന്നെ നോക്കാം, കല്യാണം നടത്തണം. പിതാവിനോട് പറഞ്ഞു, അച്ഛാ അവിടെ അങ്ങനെ നിർബന്ധിക്കാനൊന്നും പറ്റിയല്ല, നമ്മൾ ഒത്തിരി നിർബന്ധിച്ചാൽ അവർ വല്ല പരാതി കൊടുത്താൽ പിന്നെ പോലീസ് കേസെടുക്കും, അതുകൊണ്ട് നിർബന്ധിക്കാനൊന്നും പറ്റിയല്ല. അപ്പം അവൾ കല്യാണം കഴിക്കുമെന്ന് അറിയാൻ മേല അച്ഛാ, അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്, ഒത്തിരി പേര് കല്യാണം കഴിക്കാത്തവരൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇനി അത് കല്യാണം കഴിക്കുവാണെങ്കിൽ തന്നെ ആണിനെ കിട്ടുമോ പെണ്ണിനെ കിട്ടുമോ എന്നറിയത്തില്ല, അതുകൊണ്ട് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ഈ പെരുന്നാൾ നടത്തുന്നതിൻ്റെ നിയോഗം ഇതാണ്, എൻ്റെ മോള് ഒരു ചെറുക്കനെ തന്നെ ഒന്ന് കെട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ 10-25 വർഷമായി അമേരിക്കയിൽ. ആദ്യമൊക്കെ അവിടെ ചെന്ന കാലഘട്ടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടി, കാരണം ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ സായിപ്പിന് നമ്മളോട് വലിയ, നിങ്ങൾക്ക് എന്നെ തോന്നുന്നേ, നമ്മൾ ബംഗാളിനെ കാണുന്ന പോലെയാണ്. അപ്പോൾ സായിപ്പിന് നമ്മളോട് യാതൊരു താല്പര്യവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് തിരിച്ചിങ്ങോട്ട് നാട്ടിലോട്ട് തന്നെ പോരാം അങ്ങനെ ചിന്തയുണ്ടായി. പിന്നെ 1-2 വർഷമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലായിട്ടും അഡ്ജസ്റ്റ് ചെയ്തു. കാര്യം ഈ സായിപ്പിൻ്റെ ആട്ടും തുപ്പുമൊക്കെ കിട്ടിയാണെങ്കിൽ പോലും ഇഷ്ടംപോലെ കാശ് കിട്ടുമല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ മാന്യമായിട്ടൊക്കെ ജീവിക്കാനുള്ള
സാഹചര്യവും സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ബന്ധുക്കളൊക്കെ ഫയൽ ചെയ്ത് അങ്ങനെ അങ്ങ് പോയതാണ്. അപ്പം അവിടെ ചെന്ന് സായിപ്പിൻ്റെ മനോഭാവയ്ക്ക് ഇങ്ങനെയാണെങ്കിലും ഈ കാശ് കിട്ടുന്നത് കണ്ടപ്പോൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചേക്കാന്ന് വെച്ചു. ഈ ഇങ്ങനെ നാണക്കേടും കഷ്ടപ്പാടും ഒക്കെ സഹിച്ച് കാരണവന്മാർ ഈ സമ്പാദിക്കുന്ന ആർക്ക് വേണ്ടിയാ പറഞ്ഞു? മക്കൾക്ക് വേണ്ടിയാണ്. അപ്പം അന്യനാട്ടിൽ പോയിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ട് ഈ മക്കളെ ഓർത്ത് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ജീവിച്ച് ഇഷ്ടംപോലെ സമ്പാദിച്ചു. അദ്ദേഹം പറഞ്ഞു കോടികളുടെ ആസ്തിയുണ്ട്. പക്ഷെ ഇന്ന് ആ ഹൃദയം ഇങ്ങനെ വിങ്ങുകയാണ്. ഒരപ്പൻ്റെ ചങ്ക് തകരുന്നത് എനിക്ക് കാണാനായിട്ട് പറ്റി. അച്ഛൻ ഈ മക്കൾക്ക് വേണ്ടിയാണ് അവിടെ പോയി ആട്ടും തുപ്പും ഏറ്റ് ഇതുപോലെ നാണം കെട്ടൊക്കെ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും ഒക്കെ. ആ മക്കളെ ഓർത്തിന്ന് ആകെ അസ്വസ്ഥത. നിങ്ങൾ കല്യാണം കഴിക്കും അറിയാൻ മേല. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവർ, നമ്മളിവിടെ എന്തെല്ലാം നേടിയാലും അതൊന്നും ശാശ്വതമല്ല. അതൊന്നും നമുക്കൊരു അനുഗ്രഹമായി മാറണമെന്നൊരു നിർബന്ധവുമില്ല. എന്നാൽ നമ്മൾ തമ്പുരാൻ്റെ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തിലും ചൈതന്യത്തിലും കൃപയിലും അങ്ങ് ജീവിച്ചു തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു ഭാരമായി മാറില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകും. അതൊക്കെ മനുഷ്യ സഹജമാണ്. ഈശോ അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഈശോ അങ്ങനെ പറയണ്ടായിരുന്നു അല്ലേ? കുരിശു എടുത്തങ്ങ് പോരാന്നാ പറഞ്ഞപ്പോൾ നമുക്ക് 100% ഉറപ്പിക്കാം ഈ കുരിശുകളൊക്കെ. പക്ഷെ ഈശോയുടെ ആ സാന്നിധ്യവും സ്നേഹവും ഒക്കെ വ്യക്തിപരമായിട്ട് അനുഭവിച്ച് ജീവിക്കുമ്പോൾ ഈ കുരിശുകളൊന്നും നമുക്കൊരു ഭാരമായിട്ട് മാറില്ല. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവിക സാന്നിധ്യമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് ഈശോയുടെ സ്നേഹം വ്യക്തിപരമായിട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയുക, നീ അനുഭവിക്കുന്ന ദൈവിക സാന്നിധ്യം, നീ അനുഭവിക്കുന്ന ദൈവിക കൃപ, അത് നിനക്ക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കില്ല. നിനക്ക് കിട്ടുന്ന ഈ ദൈവാനുഭവം നീ പോലും അറിയാതെ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കപ്പെടും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരപ്പനോ അമ്മയോ ഒരു ഭാര്യയോ ഭർത്താവോ ഒക്കെ വ്യക്തിപരമായിട്ട് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവ സ്നേഹത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ മാറ്റങ്ങൾ, അതിൻ്റെ അനുഭവവും അഭിഷേകവും അവരിൽ നിന്ന് ആ കുടുംബത്തിലേക്ക്, അവരുടെ പ്രവർത്തന മേഖലകളിലേക്കെല്ലാം വ്യാപരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ ആ സാന്നിധ്യവും സ്നേഹവുമൊക്കെ ഒരല്പം കൂടെ വ്യക്തിപരമായിട്ട് ഒരു അനുഭവമായിട്ട് കിട്ടുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അതൊന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇനി നേരത്തെ പറഞ്ഞ വചനം ഒന്ന് പറഞ്ഞ്, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. പലതരം ഉയർത്തിയെന്ന് പറയാമോ? അടുത്തുള്ള ആളുടെ മുഖത്തോട്ടൊക്കെ നോക്കിയാൽ, കണ്ണുകളിലേക്ക് നോക്കി പറ, കർത്താവിന് നിന്നെക്കുറിച്ച്. ആ പ്രായമുള്ള അമ്മച്ചിനൊക്കെ നീ എന്നാണോ വിളിച്ചതാവോ? ഞാൻ അതുകൊണ്ട് മുഖത്തോടൊക്കെ നോക്കാൻ പറയണത്, നിങ്ങൾ പക്വതയോടെ ചെയ്തോണം. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഇങ്ങനെ ഈ കൂട്ടായ്മയൊക്കെ ഒന്ന് ഓർത്ത് അല്പനേരമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഈ ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ. പിന്നെ ജൂൺ മാസത്തിൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായൊരു മാസമാണ്. ഈശോയുടെ തിരുഹൃദയ തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഈ മാസമാണല്ലോ. നമുക്കറിയാം, നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. അപ്പം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ സ്നേഹം അത് ഈ കൂട്ടായ്മയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരല്പം കൂടെ ഒരു അനുഭവമായിട്ട് മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മാർഗരറ്റ് മേരി അലക്കോക്ക് എന്നൊരു പുണ്യവതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. മാർഗരറ്റ് മേരി അലക്കോക്ക്, ആ പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് തൻ്റെ മുറിവേറ്റ ഹൃദയം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോ ആ പുണ്യവതിയോട് പറഞ്ഞു, ഞാൻ ഇത്രമാത്രം എൻ്റെ മക്കളെ സ്നേഹിച്ചല്ലോ. ആ മുറിവേറ്റ ഹൃദയം, ഈശോയുടെ ആ തിരുഹൃദയവും ആ തിരുഹൃദയത്തിലെ മുറിവുകളൊക്കെ നമ്മളോടുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ ഹൃദയം തന്നെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് അല്ലേ? സ്നേഹം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഹാർട്ട് അതാ വരച്ചു വെക്കുന്നത്. വലിയ കടകളിൽ പോലും ഈ ഹാർട്ട് ഇങ്ങനെ വരച്ച് വെച്ച് അതിൻ്റെ ആ ബോർഡുകളിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഹൃദയം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്.
അപ്പം ഈശോയുടെ ഹൃദയം ഇങ്ങനെയാണ് പറയുക, മനുഷ്യരോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയം. ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത അതാണ്. പണ്ട് വേദപാഠ ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെ കൊച്ചിനോട് ചോദ്യം ചോദിച്ചു, ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. കൊച്ചൻ്റെ മറുപടി പറഞ്ഞ്, ഈശോയുടെ ഹൃദയം ഈ പടത്തേലൊക്കെ കാണത്തില്ലേ, അതിങ്ങനെ പുറത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചങ്ങനെ പറഞ്ഞു, ഈശോയുടെ ഹൃദയം ഉടുപ്പിൻ്റെ പുറത്താണ്, നമ്മുടെയൊക്കെ ഹൃദയം അകത്താണ്. നമുക്കത്രയൊക്കെ അറിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയം മനുഷ്യനോടുള്ള സ്നേഹത്താൽ തകർക്കപ്പെട്ടതാണ്. അവസാനത്തുള്ളി രക്തവും അവിടെ നമുക്ക് വേണ്ടി ചിന്തി. ആ ഈശോയുടെ ആ മുറിവേറ്റ ഹൃദയം കാണിച്ചുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, അങ്ങനെയാണ് താനും. അപ്പോൾ നമ്മളെ ദൈവമക്കളാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തൻ്റെ ജീവൻ പങ്കുവെച്ച് നൽകി, ഹൃദയം തകർത്ത് നമ്മളെ സ്നേഹിച്ചു. നമുക്കതൊക്കെ അറിയാലോ. എന്തിനാ ഈശോയുടെ ഈ സഹനമൊക്കെ? വീണുപോയ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി. അവർക്കവിടെ ഒന്നിനൊരു കുറവില്ലായിരുന്നു. പർദീസയെക്കുറിച്ച് പറഞ്ഞത് എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ പുണ്യഭൂമി എന്നാണ്. അങ്ങനെ എല്ലാ സൗഭാഗ്യം നിറഞ്ഞ പുണ്യഭൂമിയിൽ തൻ്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ, അല്ലലും അലച്ചിലും ഇല്ലാതെ സുഖമായി ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും സാഹചര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നു. എന്നിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളെല്ലാം കൊടുത്തിട്ട് ദൈവം അങ്ങ് പോയി. എന്നാ സംഭവിച്ച് നമ്മൾ വേദപാഠ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളതാണ്. ദൈവം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശത്രുവായ പിശാച് അവിടെ വന്ന് ദൈവം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ പാപത്തിലേക്ക് നയിച്ചു. അങ്ങനെ അനുഗ്രഹമായി തീരേണ്ട ജീവിതം ഒരു ദുരിതമായി മാറി. അവരെ പുണ്യഭൂമിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇനി വിശക്കുമ്പം നേരത്തെ പോലെ ഓടിച്ചെന്ന് ഇഷ്ടമുള്ളത് പറിച്ച് കഴിക്കാനൊന്നും പറ്റിയല്ല. ഇനി വിശക്കുമ്പോൾ മക്കൾ എന്നാ ചെയ്യണം? പറഞ്ഞു. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അങ്ങനെ അപ്പം ഉണ്ടാക്കിക്കോളാനല്ല പറഞ്ഞത്. ഇനി നന്നായിട്ട് കഷ്ടപ്പെട്ട് വല്ലതും തിന്നാൻ പറ്റുള്ളൂ. തീർന്നില്ല. ദൈവം ഒരല്പം കൂടെ കടത്തി പറഞ്ഞു, കാലയാപനത്തിന് വേണ്ടിയിട്ട് നീ മണ്ണിനോട് മല്ലടിക്കുമ്പോൾ നേരെ വിപരീത അനുഭവം ഉണ്ടാകും. ഉപജീവനത്തിന് വേണ്ടിയിട്ട് നീ മണ്ണിൽ അധ്വാനിക്കുമ്പോൾ ഈ ഭൂമി മുള്ളുകളും മുൾച്ചെടികളും മുളപ്പിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹമായി മാറേണ്ട മനുഷ്യൻ്റെ ജീവിതം ഒരു ദുരിതമായി മാറി. ഞാൻ ഇവിടെ ഒരു കണക്ഷൻ കാണിച്ചു തരാം. ഈശോയെ കുരിശിൽ തറച്ച് കൊല്ലുമ്പോൾ ആ പടയാളികൾ ഈശോയെ നിന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നീ രാജാക്കന്മാരുടെ രാജാവെന്നൊക്കെയല്ലേ പറഞ്ഞേ? രാജാവൊക്കെ ആയിട്ട് നിന്റെ ശിരസിൽ കിരീടമൊന്നും ഇല്ലല്ലോ. രാജാവാകുമ്പോൾ കിരീടമൊക്കെ വേണമല്ലോ. ഇരിക്കട്ടെ, നിനക്കൊരു കിരീടം എന്ന് പറഞ്ഞ് അവരൊരു കിരീടം ഉണ്ടാക്കി അവിടുത്തെ ശിരസിൽ അണിയിച്ചു. അതെന്നാ കിരീടമായിരുന്നു? മുൾക്കിരീടം. പുറകോട്ട് വന്നേ. ഈ മുള്ളിൻ്റെ ഉത്ഭവം പാപം ചെയ്ത് പർദീസയിൽ നിന്ന് പുറത്തായ ആദ്യ മാതാപിതാക്കന്മാരുടെ ദൈവം പറഞ്ഞു, ഇനി കാലയാപനത്തിന് വേണ്ടി നീ ഭൂമിയിൽ അധ്വാനിക്കുമ്പം മുള്ളുകളും മുൾച്ചെടികളും ഈ ഭൂമി മുളപ്പിക്കും. നീ മുള്ളും മുൾച്ചെടിയും കിട്ടാൻ വേണ്ടി അല്ല അധ്വാനിക്കുന്നത്, അല്ലേ? നിന്റെ കൃഷി അത് ഫലദായകമാകാൻ വേണ്ടിയാണ് നീ അധ്വാനിക്കുന്നത്. പക്ഷെ നേരെ വിപരീത അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്, മുള്ളുകളും മുൾച്ചെടികളും. അപ്പം ഈ മുള്ളുകളും മുൾച്ചെടികളും നിന്റെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഈ ഭൂമിയിലുണ്ടായി. അപ്പം മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് എന്തുണ്ടായത്? മുള്ളുകളും മുൾച്ചെടികളും. ആ മുൾച്ചെടി പറിച്ചാണ് കിരീടമുണ്ടാക്കി ഈശോയെ അപമാനിച്ചുകൊണ്ട് ശിരസിൽ അണിയിച്ചത്. അപ്പോൾ ആ ശിരസിലെ ആ കിരീടം, മുൾക്കിരീടം എന്തിൻ്റെ പ്രതീകമാണ്? നമ്മുടെ പാപത്തിൻ്റെ പ്രതീകം. കിട്ടുന്നുണ്ടോ? ഇത്രയും മനസ്സിലായല്ലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട മക്കള് ദൈവത്തിൻ്റെ ആ വാക്കുകളൊക്കെ മറന്ന് പിശാച് പറഞ്ഞത് കേട്ട് ചുരുക്കി പറഞ്ഞാൽ
പാപത്തിൽ അവർ വീണുപോയി. അങ്ങനെ അവർ പാപത്തിൽ വീണു. അവരുടെ പാപത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് ഈ ജീവിതം ഇതുപോലെ ഒരു ദുരിതമായിട്ട് മാറിയത്. അങ്ങനെ വീണുപോയ, തകർന്നു പോയ, ദുരിതം അനുഭവിക്കുന്ന മക്കളുടെ ഈ ദൈന്യത നിറഞ്ഞ അവസ്ഥ കണ്ടിട്ട് ദൈവം കരുണ തോന്നിയിട്ട് ആ ദുരിത ഭൂമിയിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് മനുഷ്യരൂപം ധരിച്ച് അവിടുന്ന് വചനം മാംസമായി ഈ ഭൂമിയിലേക്ക് വന്നു. ആ വചനമായ ക്രിസ്തു നമ്മിൽ ഒരുവനായിട്ട് ഇവിടെ ജീവിച്ച് അവിടുന്ന് അവസാനം നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അതിനെല്ലാം പരിഹാരം ചെയ്ത് കുരിശിൽ പിടഞ്ഞ് മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അവിടുന്ന് പിടഞ്ഞ് മരിക്കുമ്പോൾ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ചിന്തുന്നു. പടയാളികൾ ഒരുവന് വന്ന് അവിടുത്തെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ആ ഹൃദയം മുറിവേറ്റു, തകർന്നു. അപ്പോൾ അവിടുത്തെ ഹൃദയത്തിലെ ആ മുറിവുകളും ആ ഹൃദയത്തിൽ നിന്നൊഴുകിയ ആ തിരിച്ചോരയും എല്ലാം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു. ഒന്ന് പലതരം ഒരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മുറിവേറ്റ ഹൃദയം കാണിച്ചുകൊണ്ടാണ് മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന പുണ്യവതിയോട് ഈശോ പറഞ്ഞത്, ഞാൻ ഇത്രമാത്രം എൻ്റെ മക്കളെ സ്നേഹിച്ചല്ലോ, എന്നിട്ടും ഇവരെന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. ഇനി ഇതിൻ്റെ ഒരു പഴയ നിയമ പശ്ചാത്തലം കൂടെ പറഞ്ഞു തരാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? ബൈബിളുണ്ടോ കയ്യിൽ? സക്കറിയ പ്രവാചകൻ എവിടെ കിട്ടുമാവോ അല്ലേ? നമ്മുടെ ഈ സമ്പൂർണ്ണ ബൈബിളിന്റെ കൃത്യം നടുഭാഗം എടുത്ത് എന്നറിയാമോ? ഈ ബൈബിളിലെ പുസ്തകം എടുക്കാനൊക്കെ ഒരു എളുപ്പവഴി അച്ഛൻ പറഞ്ഞിരുന്നേ. നമ്മുടെ സമ്പൂർണ്ണ ബൈബിളിന്റെ കൃത്യം നടുഭാഗം. പണ്ടൊരു പിള്ളേരുടെ ധ്യാനത്തിന് ചോദിച്ചു, സമ്പൂർണ്ണ ബൈബിളിന്റെ കൃത്യം നടുഭാഗത്ത് തന്നെ ആയിരിക്കും? ഒരു മിടുക്കൻ ഉടനെ ഉത്തരം പറഞ്ഞു, കൃത്യം നടുഭാഗത്താണെങ്കിൽ അതിൻ്റെ കുത്തിക്കെട്ടായിരിക്കും എന്ന് പറഞ്ഞു. പണ്ട് എനിക്ക് അന്ന് മുതൽ പിന്നെ പിള്ളേരോട് ചോദ്യം ചോദിക്കാൻ പേടിയാണ്. ഇവന്മാർ തർക്കുത്തരം തന്നെ പറയും. സമ്പൂർണ്ണ ബൈബിളിന്റെ കൃത്യം നടുഭാഗത്ത് ഏത് പുസ്തകമായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്? സങ്കീർത്തനങ്ങളായിരിക്കും. അതൊന്ന് മനസ്സിൽ കുറിച്ചോ. നമ്മുടെ ആ സമ്പൂർണ്ണ ബൈബിളിന്റെ കൃത്യം നടുഭാഗത്ത് സങ്കീർത്തനങ്ങളായിരിക്കും. ശ്രദ്ധിച്ചേ, ഈ സങ്കീർത്തനങ്ങൾ കഴിഞ്ഞ ഒരു 3-4 പുസ്തകങ്ങളുണ്ട്. സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, പ്രഭാഷകൻ. നിങ്ങളെല്ലാം ഓർക്കണ്ട, ഇത്ര സങ്കീർത്തനം എവിടെയാന്നാ പറഞ്ഞേ? ആ നമ്മുടെ ബൈബിളിന്റെ നടുഭാഗത്ത്. അത് കഴിഞ്ഞ് ഒരു 3-4 പുസ്തകങ്ങളുടെ പേര് അച്ഛൻ പറഞ്ഞായിരുന്നു. സുഭാഷിതങ്ങളോ പ്രഭാഷകനോ സഭാപ്രസംഗകനോ എല്ലാം ഓർക്കണ്ട. ഈ 3-4 പുസ്തകം കഴിഞ്ഞ് പിന്നെ പ്രവാചകന്മാരുടെ പുസ്തകം. അപ്പോൾ അത്രേ ഓർത്തിരിക്കാമല്ലോ. നടുഭാഗത്ത് സങ്കീർത്തനമുണ്ട്, പിന്നെ ഒരു 3-4 പുസ്തകം കഴിഞ്ഞിട്ടായിരിക്കും പ്രവാചകന്മാരുടെ പുസ്തകം. അപ്പോൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുമ്പം ഇങ്ങനെ ഉൽപ്പത്തി, പുറപ്പാട് അങ്ങനെ പോകാതെ നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും. കിട്ടിയോ? സക്കറിയ പ്രവാചകൻ 13-ാമത്തെ അധ്യായം. 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു. സക്കറിയ 13-ന്റെ 1 മുതലുള്ള വചനങ്ങൾ കിട്ടിയോ? പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും വായിച്ചു. മതി. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറൂസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ പ്രവാചകനിലൂടെ ദൈവം വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം നിറവേറുന്നത് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 34 മുതലുള്ള തിരുവചനങ്ങളിലാണ്. പടയാളികൾ ഒരുവൻ പാർശ്വത്തിൽ 34-ന്റെ 19 മുതലുള്ള തിരുവചനങ്ങൾ. 19-ന് 34. പടയാളികൾ ഒരുവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇതാണ് സക്കറിയ 13-ന്റെ 1-ൽ ചെയ്യപ്പെട്ട വാഗ്ദാനം. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറൂസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. സക്കറിയ പ്രവാചകനിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ഉറവ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നുമൊക്കെ തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ നമ്മൾ നേരത്തെ കണ്ടു. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ട് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ഒന്നിനും ഒരു കുറവില്ലാതെ ഏദൻ തോട്ടത്തിൽ ദൈവം നിയോഗിച്ചു. എന്നാൽ ദൈവം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ
ശത്രുവായ പിശാച് അവിടെ വന്ന് ദൈവം പറഞ്ഞത് നേരെ വിപരീതമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പാപത്തിലേക്ക് നയിച്ചു. അങ്ങനെ ദൈവം ഒരുക്കിയ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മനുഷ്യൻ്റെ ജീവിതം ഒരു ദുരിതമായി മാറി. നമ്മൾ കണ്ടില്ലേ, ഇനി ചുമ്മാ ഇരുന്ന് വിശക്കുമ്പം ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ പറിച്ച് ഭക്ഷിക്കാൻ ആരും വിചാരിക്കേണ്ട. ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ അധ്വാനിച്ചോണം, തീർന്നില്ല. ഇനി ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങൾക്കൊക്കെ ആഹാരം കൊടുക്കാൻ വേണ്ടി നീ കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോൾ നേരെ വിപരീതമായ ഫലങ്ങളുണ്ടാകും. ഭൂമി മുള്ളുകളും മുൾച്ചെടികളും മുളപ്പിക്കും. അപ്പോൾ അനുഗ്രഹമായി മാറേണ്ട മനുഷ്യൻ്റെ ജീവിതം ഒരു ദുരിതമായി മാറി. അത് ദൈവം ശിക്ഷിച്ചതല്ല, ദൈവം കൈവിട്ടതല്ല, ദൈവത്തിൽ നിന്ന് അകന്ന് പാപ വഴിയിലൂടെ സഞ്ചരിച്ച് മനുഷ്യൻ വരുത്തി വെച്ചതാണ്. അങ്ങനെ ഈ ദുരിത ഭൂമിയിലൂടെ പോകുന്ന മനുഷ്യനെ രക്ഷിക്കാനായിട്ട് അവിടുന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അവിടുന്ന് മനുഷ്യനായിട്ട് വചനം മാംസമായി ലോകത്തിലേക്ക് വന്നു, നമ്മിലൊരുവനായി ജീവിച്ചു, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്ത് പിശാചിൻ്റെ തല തകർത്തുകൊണ്ട് അവൻ കുരിശിൽ പരിഹാര ബലിയായി. ആ കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോഴും മക്കളോടുള്ള സ്നേഹത്തെ പ്രതി അവിടുത്തെ അവസാനത്തുള്ള രക്തം നമുക്ക് വേണ്ടി ചിന്തി പടയാളി ഒരു വന്ന് കുന്തം കൊണ്ട് കുത്തുമ്പോൾ ആ ഹൃദയം മുറിവേറ്റ് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അതിങ്ങനെ ജ്വലിക്കുകയാണ്. അപ്പം ഇത്രയും സ്നേഹിക്കുന്ന ആ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, കണ്ടാൽ എത്ര വലിയ സ്നേഹമാണ്, ഇതുപോലെ തൻ്റെ ജീവൻ നൽകി അവിടെ നമ്മളോട് കാരുണ്യം കാണിച്ചല്ലോ. നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവമക്കളുടെ സ്ഥാനം നമുക്ക് തിരികെ നൽകാൻ വേണ്ടിയിട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി ഇത്രയും സഹിച്ചു. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താനും. അപ്പം പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മളെ സ്നേഹിച്ച നമ്മുടെ തമ്പുരാൻ, ആ തമ്പുരാനാണ് മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയണത്, ഞാൻ ഇതുപോലെ ഈ മക്കളെ സ്നേഹിച്ചല്ലോ, ഇവരുടെ ജീവിതം ഇതുപോലെ ദുരിതമായി മാറിയപ്പോൾ ആ ദുരിതഭൂമിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനുഷ്യനായി അവരുടെ അരികിലേക്ക് വന്നു. അത് ഒരു സാധാരണ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സഹനങ്ങൾ ഏറ്റെടുത്ത് ഞാൻ പരിഹാരം ചെയ്ത് ഈ മക്കളെ രക്ഷിച്ചെടുത്തു. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഇവർക്ക് തിരിച്ചെന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നില്ല, അതാണ് അവിടുത്തെ പരാതി. നമ്മൾ സമ്മതിക്കുമോ? സ്നേഹമില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിരിക്കുമോ? എന്തോരം തിരി കത്തിക്കുന്നുണ്ട്, എന്തോരം എണ്ണ ഒഴിക്കുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈശോ എന്നെ പറഞ്ഞത്, ഞാൻ ഇതുപോലെ സ്നേഹിച്ചിട്ട് ഇവരെന്നെ സ്നേഹിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ വന്നിരിക്കുന്നത് അവിടുന്ന് കാണുന്നില്ലേ പോലും, നമ്മൾ ഇത്രയും തിരി കത്തിച്ചത് അവിടുന്ന് കണ്ടില്ലേ പോലും. കിലോ കണക്കിന് തിരി കത്തിച്ച് ഈശോയുടെ മുഖം പോരുമ്പോൾ പുക കൊണ്ട് നിറച്ചിട്ടുണ്ട്, എന്നിട്ട് ഈശോ ഒന്നും കാണുന്നില്ലേ? അപ്പോൾ ഒരു കാര്യം സത്യമാണ് പ്രിയപ്പെട്ടവരെ, ഈ കുറെ ഭക്തകൃത്യങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ അതിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാതെ എന്തും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും ശരിക്കും നമ്മൾ വ്യക്തിപരമായിട്ട് ഈശോയെ അറിയുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ? യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അവിടുന്ന് എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റണം. അവിടുത്തെ വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പഠിപ്പിച്ച, തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ അത് മനസ്സിലാക്കി ആ വചനത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും അതിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് ജീവിക്കാനും പറ്റണം. സാധാരണ പറയാറുണ്ട്, ഈശോയെ അറിയാത്ത ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. ശരിയല്ലേ? ക്രിസ്തുവിനെ അറിയാത്ത ആളുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെയൊക്കെ ചുറ്റുപാടുകളിൽ ക്രിസ്ത്യാനികളല്ലാത്ത അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ കാണും. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലും ക്രിസ്തുവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വായിക്കുന്ന ഒരു സുവിശേഷം ഉണ്ട് എന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ ബൈബിളുണ്ട് അല്ലേ? വായിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കും. പിള്ളേരോടൊക്കെ വായിക്കുന്നതൊക്കെ പറയുമായിരിക്കും. എന്നാൽ ഇതുവരെ ഈശോയെ അറിയാത്ത അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വായിക്കുന്ന ഒരു സുവിശേഷമുണ്ടെന്ന്. അതെന്താന്ന് പറയാമോ? ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്നവർ എന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ ജീവിതമാണ് ക്രിസ്തുവിനെ അറിയാത്ത മറ്റുള്ള ആളുകൾ വായിക്കുന്ന സുവിശേഷം.
പള്ളി വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ജീവിതം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ ബാഹ്യമായിട്ട് ഭൗതികമായിട്ട് എന്തെല്ലാം കാര്യം ചെയ്താലും വ്യക്തിപരമായിട്ട് ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ആ വചനത്തിൻ്റെയൊക്കെ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായിട്ട് മാറുകയുള്ളൂ. ഞാൻ ഒരിടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രായമുള്ളൊരു അപ്പച്ചൻ, ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസമാണ് എൻ്റെ വിചാരം, പ്രായമുള്ളൊരു അപ്പച്ചൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പച്ചന് ഇച്ചിരി സങ്കടങ്ങളൊക്കെ എന്നോട് പങ്കുവെച്ചു. സാധാരണ ഈ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പറഞ്ഞ സങ്കടം എന്നായിരിക്കും? സാധാരണഗതിയിൽ പറഞ്ഞോ, ഊഹിച്ച് പറഞ്ഞാൽ മതി. കേട്ടില്ല? ഇത്രയും കഷ്ടപ്പെട്ട് ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. എന്നിട്ട് ഇപ്പം അവർ നോക്കുന്നില്ല, അവർ നോക്കിയില്ലെങ്കിലും വേണ്ടില്ല, അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്നേഹത്തോടെയൊക്കെ ജീവിച്ചാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അപ്പച്ചൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മൂത്ത മോൻ എന്നോടൊന്ന് മിണ്ടിയിട്ട് എത്ര വർഷമായെന്നറിയാമോ? നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ നിന്ന് മലബാറിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി. ഇവിടെ ഉണ്ടായിരുന്ന 1/2 ഏക്കർ അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം വിറ്റ് അവിടെ ചെന്ന് 5-6 ഏക്കർ മേടിക്കാം. 5-6 മക്കളുണ്ട്. ഇവിടെയുള്ള 1 ഏക്കർ 5-6 മക്കൾക്ക് വേണ്ടി വീതിച്ചാൽ എന്താ? അന്നൊക്കെ കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്നു. കുറച്ച് റബ്ബറും കുറച്ച് തെങ്ങും ഒക്കെയാണ് വരുമാന മാർഗം. അപ്പോൾ ഈ 5-6 മക്കൾക്ക് വേണ്ടി ഇതെല്ലാം വീതിച്ചാൽ നിങ്ങൾക്ക് എന്നെ കിട്ടാനുണ്ട്. അതുകൊണ്ട് അപ്പൻ കഷ്ടപ്പെട്ട് ഇതിവിടെ ഈ സ്ഥലം വിറ്റിട്ട് മലബാറിലോട്ട് പോയിട്ട് 5-6 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ തെങ്ങും കവുങ്ങും റബ്ബറും ഒക്കെ വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കേൾക്കുകയാണ് അവിടുന്ന് കർണാടകയിലേക്ക്, മലബാറിൽ നിന്നൊരു 3-4 മണിക്കൂറും കൂടെ യാത്ര ചെയ്താൽ കർണാടകയിലെത്തും. മംഗലാപുരം അപ്പുറത്തുള്ള ഇപ്പം ബെൽത്തങ്ങാടി എന്ന് പറഞ്ഞ് നമുക്കൊരു രൂപതയൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് ധാരാളം ആളുകൾ പോകുന്നുണ്ട്. അവിടെ കുറേയും കൂടെ ഫലഭൂഷ്ടമായ പ്രദേശമാണ്. അവിടെ സ്ഥലത്തിനൊന്നും ഇത്രയും വിലയില്ല. ഈ അപ്പച്ചനെ അന്വേഷിച്ചും മനസ്സിലായി ആ മലബാറിലുള്ള 6 ഏക്കർ വിറ്റിട്ട് പോയാൽ അവിടെ ചെന്നാൽ 10-30 ഏക്കർ സ്ഥലം വാങ്ങിക്കാം. അങ്ങനെ ഇത് വിറ്റിട്ട് അവിടെ ചെന്നു. ഇപ്പം 2-ാം കുടിയേറ്റം. എന്നിട്ട് അവിടെ ഇതുപോലെ കഷ്ടപ്പെട്ട് തെങ്ങും കവുങ്ങും റബ്ബറും ഒക്കെ വെച്ച് എല്ലാം ഫലഭൂയിഷ്ടമാക്കി. ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടി. അവസാനം ഈ അപ്പൻ ഇതുപോലെ കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി എന്ത് നേടിയോ ആ സ്വത്തിൻ്റെ പേരിൽ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അപ്പം അതിൻ്റെ പേരിൽ ഇപ്പം ഈ അപ്പച്ചൻ പറഞ്ഞത്, മൂത്ത മോൻ എന്നോടൊന്ന് മിണ്ടിയിട്ട് വർഷങ്ങളായി. അപ്പം പ്രിയപ്പെട്ടവർ, നമ്മൾ എന്തൊക്കെ ചെയ്താലും വ്യക്തിപരമായിട്ട് തമ്പുരാൻ്റെ സ്നേഹം അനുഭവിച്ച് ഹൃദയത്തിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഒരു നിറവിലും അഭിഷേകത്തിലും ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ അധ്വാനവും എല്ലാം തിരിച്ചടിയാവും. എൻ്റെ മനസ്സിൽ ഈ അപ്പച്ചൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ട് ഇങ്ങനെ നിലനിൽക്കാറുണ്ട്. അത്രയും സങ്കടത്തോടെ പറഞ്ഞത്, എൻ്റെ മൂത്ത മോൻ എന്നോടൊന്ന് മിണ്ടിയിട്ട് എത്ര കാലമായി അച്ഛാ, എത്ര വർഷമായി അച്ഛാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിനോട് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ജൂൺ മാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്കൊക്കെ നോക്കുക. വ്യക്തിപരമായിട്ട് ഇതുപോലെ നമുക്ക് വേണ്ടി അവസാനത്തിലുള്ള രക്തവും നൽകി നമുക്ക് വേണ്ടി തൻ്റെ ഹൃദയം മുറിപ്പെടുത്തി നമ്മളെ സ്നേഹിച്ച തമ്പുരാൻ്റെ സ്നേഹം എന്തുമാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? ആ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ സ്നേഹം അനുഭവിച്ച് നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാവുകയുള്ളൂ. മദർ തെരേസയെക്കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഒത്തിരിയൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരിക്കൽ എവിടെയോ വായിച്ചു തോർക്കുകയാണ്. മദർ തെരേസ ഏതാനും സിസ്റ്റർമാരും കൂടെ ഒരു യാത്ര, അവരിങ്ങനെ ആ വാഹനത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് വഴിവക്കിൽ ഇങ്ങനെ ശരീരം മുഴുവൻ വ്രണം ബാധിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിവക്കി കിടക്കുകയാണ്. ഈ ദുർഗന്ധം വമിക്കുന്ന ഈ വ്രണങ്ങളുമായിട്ട് ആ വഴിവക്കിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കണ്ടവരെല്ലാം കാണാത്തവരെ പോലെ മുഖം തിരിച്ചു പോവുകയാണ്. പക്ഷെ മദർ തെരേസയ്ക്ക് അങ്ങനെ അവഗണിച്ച് പോകാൻ പറ്റിയില്ല. പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. സിസ്റ്റർമാരും ഈ മദറും കൂടെ ഇറങ്ങി ഓടി വന്നിട്ട് ആ മനുഷ്യനെ ഇവരെല്ലാവരും കൂടെ വാരിയെടുത്ത് ഇവരെ വണ്ടിയിൽ കൊണ്ട് കയറ്റി. ആ യാത്ര അവിടെ നിന്ന് അവസാനിപ്പിച്ചിട്ട് അവർ തിരിച്ച് കോൺവെന്റിലേക്ക് പോവുകയാണ്. കോൺവെന്റിൽ ചെന്നിട്ട് ഈ മദറും സിസ്റ്റർമാരെല്ലാവരും കൂടെ ഈ മനുഷ്യൻ്റെ ദുർഗന്ധം വമിക്കുന്ന ഈ ശരീരം അത് വൃത്തിയാക്കി ആ വ്രണങ്ങളെല്ലാം കഴുകി മെഡിസിനൊക്കെ വെച്ച് ആ മനുഷ്യനെ പരിചരിക്കുകയാണ്. എന്നിട്ട് മദർ അതിൻ്റെ സാധനം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ്റെ ശിരസ് ഇങ്ങനെ മടിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ ആഹാരം ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കോരിക്കോരി കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഈ മദറിൻ്റെ ആ ചുക്കിച്ചുളിഞ്ഞ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി.
അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ മദറിനോട് വളരെ ശാന്തമായ സ്വരത്തിൽ ഒരു ചോദ്യം ചോദിച്ചതിങ്ങനെയാണ്, നിങ്ങളാണോ യേശു ക്രിസ്തു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ മനുഷ്യൻ എവിടുന്നോ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വല്ലയിടത്തും വല്ല വായിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടതായിരിക്കാം. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ജീവൻ പോലും നൽകി അവസാനത്തുള്ളി രക്തവും ചെന്തി കുരിശിൽ പിടഞ്ഞു മരിച്ച ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ മനുഷ്യൻ എവിടുന്നോ കേട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ മദറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളാണോ ഞാൻ കേട്ട യേശു ക്രിസ്തു? ഒന്ന് വലതുകൈ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വഴിവെക്കിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുമായിട്ട് കിടന്ന ഈ മനുഷ്യനെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ആർക്കും വേണ്ടാത്ത ഞാൻ, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും എന്നെ വേണ്ട. അതുകൊണ്ടാണല്ലോ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഈ വഴിവെക്കിൽ കിടക്കേണ്ടി വന്നത്. അപ്പം ആർക്കും വേണ്ടാത്ത എന്നെ, ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ കന്യാസ്ത്രീയമ്മമാരുമായിട്ട് ഈ മനുഷ്യന് യാതൊരു ബന്ധവുമില്ല, മുൻ പരിചയമില്ല, അവർ സംസാരിച്ചിട്ടില്ല, എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എന്നോട് സംസാരിച്ചിട്ടില്ലാത്ത, ഞാനുമായിട്ട് ഒരു യാതൊരു ബന്ധവുമില്ലാത്ത ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാര് ഇവരെന്തിനാ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്നത്? ആ വഴിവെക്കിലൂടെ കടന്നുപോയ ആളുകൾ എന്നെ കണ്ടപ്പോൾ, എൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ നിറഞ്ഞ ഈ പുഴുക്കളരിക്കുന്ന വ്രണങ്ങളെല്ലാം കണ്ടപ്പോൾ അത് കാണാൻ പറ്റാതെ, ആ ദുർഗന്ധമൊക്കെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ മൂക്ക് പൊത്തി മുഖം തിരിച്ചു പോയ ആളുകൾ എല്ലാവരും അങ്ങനെ കടന്നു പോയപ്പോൾ ഈ പാവപ്പെട്ട കന്യാസ്ത്രീമ്മമാർ മാത്രം എന്തിനാ എന്നെ ഇതുപോലെ ഇങ്ങനെ ഈ ദുർഗന്ധം വഹിക്കുന്ന എന്നെ ഇങ്ങനെ വാരിക്കോരിയെടുത്ത് ശുശ്രൂഷിക്കുന്നത്? അപ്പോൾ ആർക്കും വേണ്ടാത്ത എന്നെ ഇതുപോലെ ശുശ്രൂഷിക്കുന്ന ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നിയത് ഇവരായിരിക്കും യേശു ക്രിസ്തുവെന്ന്. പ്രിയപ്പെട്ടവർ, ഇതാണ് ക്രൈസ്തവ ജീവിതം, ഇതാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ നീ കുറെ മെഴുകുതിരി കത്തിച്ചതോ, നീ കുറെ എണ്ണ ഒഴിച്ചതോ, നീ കുറെ പ്രാർത്ഥിച്ചു കൂട്ടിയതോ അതൊന്നും ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമല്ല. മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന പുണ്യവതിയെ തൻ്റെ മുറിവേറ്റ ഹൃദയം ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോ വേദനയോടെ പറഞ്ഞത്, ഞാൻ ഇതുപോലെ ഈ മക്കളെ സ്നേഹിച്ചിട്ട് ഇവർ തിരിച്ച് സ്നേഹിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് നിയോഗം കിട്ടിയവരാ നമ്മൾ. എന്തോരം ചെയ്യാൻ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. ഇനി ലോകത്തിൽ പോട്ടെ, നമ്മുടെ കുടുംബത്തിലെങ്കിലും നമുക്ക് ഈശോയുടെ സ്നേഹം പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. കുറ്റബോധമല്ല വേണ്ടത്. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, ഇതെല്ലാം മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിലേക്ക് ഒക്കെ നോക്കിയിട്ട് മറ്റുള്ളവർക്ക് ഒരു ദൈവാനുഭവം ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ചിലപ്പോഴെങ്കിലും നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മുമ്പിൽ പോലും ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാകാം. ചില മക്കളൊക്കെ മാതാപിതാക്കന്മാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനിങ്ങനെ പള്ളിയിൽ പോണത്? പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയൊക്കെ എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് വീട്ടിൽ കിടന്ന അപ്പനും അമ്മയും കൂടെ പറയുന്ന വാക്കുകൾ അത് മക്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ പച്ചയ്ക്ക് ചോദിച്ച്, എന്തിനിങ്ങനെ പള്ളിയിൽ പോണത്, എന്തിനിങ്ങനെ നോയമ്പെടുക്കുന്നത്, എന്തിനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ വാക്കുകളും പെരുമാറ്റങ്ങളും പ്രവൃത്തികളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ദുർമാതൃകയായി മാറുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തിരുഹൃദയ തണലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, പാപിയായ എനിക്ക് നിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം കിട്ടിയില്ല എങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലിസ്ഥലത്ത്, എൻ്റെ പ്രവർത്തന മേഖലകളിൽ എനിക്കൊരു സാക്ഷ്യമാകാൻ പറ്റില്ല. കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. തിരുമുറിയുള്ളിൽ
എന്റെ ജീവന്റെ ജീവനീസോ ഈശോയെ എല്ലാം എനിക്കെന്റെ ഈശോ എന്റെ ജീവന്റെ ജീവനീസോ. നമുക്ക് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് അങ്ങ് ഉയർത്തിപ്പിടിക്കാം. കൈമുട്ടുകളൊക്കെ വരുമ്പോൾ ചിലർക്കെങ്കിലും വേദനിക്കും. അങ്ങനെ വേദനിച്ചാൽ ഒരു മിനിറ്റ് നേരത്തേക്ക് ആ വേദന ഒരു കൊച്ചു ത്യാഗമായിട്ട് എടുത്തുകൊണ്ട് ഈശോ എനിക്ക് വേണ്ടി ഇതുപോലെ ജീവൻ നൽകി സ്നേഹിച്ച, രക്തം ചിന്തി സ്നേഹിച്ച ഈശോയുടെ ആ സ്നേഹത്തിൽ ഒരല്പം കൂടി ഒന്ന് ആഴപ്പെടാൻ, എൻ്റെ സംസാരത്തിലും എൻ്റെ പെരുമാറ്റത്തിലുമൊക്കെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം ഉണ്ടാകട്ടെ. എൻ്റെ മക്കളുടെ മുമ്പിൽ, എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ, എൻ്റെ അയൽക്കാരുടെ മുമ്പിലൊക്കെ എൻ്റെ ജീവിതം ഈശോയെ മഹത്വപ്പെടുന്നൊരു ജീവിതമായിട്ട് മാറട്ടെ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് വരെയുള്ള ജീവിതയാത്രയിൽ ചിലപ്പോൾ നമുക്കങ്ങനെ സാക്ഷ്യമാകാനൊക്കെ പറ്റിക്കാണില്ല. നമുക്ക് ആ അവസ്ഥകളെല്ലാം സമർപ്പിച്ച് അല്പം ത്യാഗത്തോടുകൂടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവിക കൃപ കൊണ്ട് നിറയട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എല്ലാ ഹൃദയത്തിലും പ്രാർത്ഥന ഉയരട്ടെ. നമ്മളായിരിക്കുന്ന അവസ്ഥകളെല്ലാം നമുക്ക് എളിമയോടെ വിട്ടുകൊടുക്കാം. അവിടുന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ രക്ഷിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, ഭാരങ്ങൾ അവിടുന്ന് കാണുന്നുണ്ട്. അവിടെ നമ്മളെ കൈവിടുകയില്ല. ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അവിടെ നമ്മളെ അനുഗ്രഹിക്കും. ഒന്ന് മനസ്സ് തുറന്ന് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് ഈശോയെ നിന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹാലേലൂയ, 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 ഹാലേലൂയ. അഭിഷേകം നിറയട്ടെ, സ്നേഹം നിറയട്ടെ. ഈശോയെ കൃപ, കൃപ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ആരാധന, 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 ആരാധന. ഈശോ മിശിഹയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മളെല്ലാവരും യോഗ്യരാകുവാൻ സ്നേഹത്തോടെ, മുഖത്തോടെ നോക്കിയിട്ട് സ്തുതി കൊടുത്തേ, സ്നേഹത്തോടെ കൊടുക്കണം. ഈശോ മിശിഹായിക്ക് നേരത്തെ പറഞ്ഞ വചനം എന്ന് പറഞ്ഞ് കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. പറ, പലതേറെ ഉയർത്തി. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിന്നെ അനുഗ്രഹിക്കും. ഇരിക്കാം, ഒരു 10 മിനിറ്റ് കൂടെ ഒരു 15 മിനിറ്റ് കൂടെ ഇരിക്കത്തില്ലേ? മടുത്തോ? ഇനി പറഞ്ഞതങ്ങ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇപ്പം പ്രിയപ്പെട്ടവർ, ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വായിക്കാൻ സുവിശേഷമായിട്ട് മാറണം. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നൊരു ഒരു സംശയമുണ്ട്, ഇങ്ങനെയൊക്കെ പറ്റുമോ അച്ഛാ? അത്യാവശ്യം പള്ളിയിലൊക്കെ പോയി വേണിച്ചിട്ട് നേർച്ചയൊക്കെ ഇട്ട് നൊവേനയിലൊക്കെ പങ്കെടുത്ത് പിന്നെ ഇങ്ങനെ വേണേ ഇച്ചിരി ടൈമൊക്കെ ക്രമീകരിച്ച് ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിക്കാന്നല്ലാതെ ഇതിനപ്പുറത്തേക്കൊക്കെ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സുവിശേഷമായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഞാൻ ബൈബിളിലെ ഒരു കുഞ്ഞ് സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 39-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. നമുക്കവിടെ പരിചയമുള്ള ഒരാളെ കാണാം. അവിടെ പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. പൂർവ്വപിതാവായ ജോസഫ്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 39-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. ഹല്ലേലൂയ. പലരും ഇങ്ങനെ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ എന്തു ചെയ്താലും അത് തന്നെ ഗതി പിടിക്കുന്നില്ല, രക്ഷപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നവർ അങ്ങനെ ഒത്തിരി ആളുകളെ കാണാറുണ്ട്. ഇവിടെ ഈ ജോസഫിനെ കുറിച്ച് പറയുകയാണ്, അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമായിട്ട് മാറ്റുന്നു. അതിൻ്റെ കാരണം ആദ്യം പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ കൂടെ അവൻ്റെ കർത്താവ് അവൻ്റെ കൂടെയുണ്ട്. അപ്പോൾ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മാറുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിജയിക്കുന്നില്ലെങ്കിൽ വേറെ ആരോടും പറയേണ്ട, നമ്മൾ തന്നെ പറഞ്ഞാൽ മതി, കർത്താവ് നമ്മുടെ കുടുംബത്തിൽ ഇല്ല. എല്ലാവരും കേട്ട നാണക്കേടാണ്.
നമ്മളെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു, ഓ ഇത്രയും പ്രാർത്ഥിക്കുന്ന ആളുകൾ വേറെ ഇല്ല, ഇത്രയും പാരമ്പര്യമുള്ള കുടുംബം വേറെ, അങ്ങനെയൊക്കെ. അങ്ങനെ തന്നെ പുറത്തിരുന്നോട്ടെ. പക്ഷെ നമ്മളും തിരിച്ചറിഞ്ഞാൽ മതി, കർത്താവ് കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്, കുടുംബത്തിലില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പം ഈ ജോസഫിനെ കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാലോ. ഈ ജോസഫ് ഇപ്പോൾ ഇത് പറയുമ്പോൾ എവിടെയാണ് ഉള്ളതെന്നറിയാമോ? ഈജിപ്തിൽ പൊത്തിഫറിൻ്റെ വീട്ടിലാണ്. ഈ ജോസഫ് എങ്ങനെ ഈ പൊത്തിഫറിൻ്റെ വീട്ടിൽ വന്നത്? പണ്ട് തൻ്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിൽ പിടിച്ചിട്ടു അസൂയ കൊണ്ട്. എന്നിട്ടോ ഇവരാലോചിച്ചു, ഈ സഹോദരൻ പൊട്ടക്കിണറ്റിൽ കിടന്ന് മരിച്ചിട്ട് നമുക്ക് വല്ല ഉപകാരമുണ്ടോ? അവർ കാര്യം ചെയ്യാം, നമുക്ക് അവനെ അവിടുന്ന് എടുക്കാം. അങ്ങനെ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് എന്നെ ചെയ്തെന്നറിയാമോ? കന്നുകാലികളെ വിൽക്കുന്ന പോലെ ഈ സഹോദരനെ വിറ്റ് കാശ് മേടിച്ചു. അങ്ങനെ ഇപ്പോൾ ജോസഫ് ഈജിപ്തിലെ പൊത്തിഫറിന്റെ വീട്ടിലാണ്. പൊത്തിഫറാണ് അവനെ അടിമയായിട്ട് വില കൊടുത്ത് വാങ്ങിച്ചത്. അപ്പം ഈ ജോസഫിനെ വിലയ്ക്ക് വാങ്ങിച്ച അവൻ്റെ യജമാനൻ അവനിങ്ങനെ ജോലികളെല്ലാം കൊടുക്കും. ഇപ്പം നമ്മളാണെങ്കിലും പണിക്കാരെയൊക്കെ വിളിച്ച് ജോലി കേൾപ്പിച്ച് നമ്മൾ പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വല്ലപ്പോഴെങ്കിലുമൊക്കെ സമയം കണ്ടുപിടിച്ച് വരുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ യജമാനൻ വില കൊടുത്ത് വാങ്ങിച്ച ഈ അടിമച്ചിറക്കനെ ഞാൻ ഏൽപ്പിച്ച ജോലികളൊക്കെ അവൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ യജമാനന് മനസ്സിലായ കാര്യമാണ്, അവൻ എന്ത് കാര്യം ചെയ്താലും എല്ലാം മംഗളകരമായിട്ട് മാറുന്നു. അതിൻ്റെ കാരണം കർത്താവ് അവൻ്റെ കൂടെയുണ്ട്. ഇതിൻ്റെ അടുത്ത വചനം ഇങ്ങനെയാണ്. അപ്പോൾ ഈ യജമാനൻ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ യജമാൻ എന്നാ ചെയ്തു? യജമാൻ തൻ്റെ വീടിൻ്റെ മേൽനോട്ട് ഉത്തരവാദിത്തം എല്ലാം ജോസഫിനെ ഏൽപ്പിച്ചു. വചനം ഇങ്ങനെയാണ്, അന്ന് മുതൽ ഈ ജോസഫിനെ പ്രതി യജമാനൻ്റെ വീടിനെയും ദൈവം അനുഗ്രഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ വീട്ടിൽ താമസിച്ച ഒരു അടിമച്ചിറക്കൻ്റെ ദൈവാനുഭവം ആ യജമാനൻ്റെ വീടിന് പോലും അനുഗ്രഹമായിട്ട് മാറി. അപ്പം അങ്ങനെ ഈ ജോസഫ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മാറുന്നു. ജോസഫിനെ പ്രതി യജമാനൻ്റെ വീട് പോലെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ ജോസഫ് ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളുണ്ടായി. ഈ സഹനങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം തൻ്റെ ദൈവത്തോടെ കരം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ കൽപ്പനകളൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചത്. ഈ ജോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞ ഈ സഹോദരങ്ങൾ പിന്നീട് ഈ ജോസഫിൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പണ്ട് ഇത് വായിച്ചൊക്കെ ഓർക്കുന്നില്ലേ? വേദപാഠ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവരുടെ നാട്ടിൽ കഠിന ക്ഷാമം ഉണ്ടായി, പട്ടിണി ദാരിദ്ര്യമായി. അപ്പോൾ ഇവരുടെ അപ്പൻ പറഞ്ഞു, മക്കളെ ഈജിപ്തിൽ എവിടെയോ ധാന്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്, അതുകൊണ്ട് രാവിലെ ചാക്കുമൊക്കെ ആയിട്ട് പൊക്കോളം പറഞ്ഞു ഈജിപ്തിലേക്ക്, നാട്ടിൽ പട്ടിണി കിടക്കുവാണ്. അങ്ങനെ അപ്പൻ പറഞ്ഞത് കേട്ട് ഈ സഹോദരങ്ങൾ ചാക്കുമൊക്കെ ആയിട്ട് ഈജിപ്തിലേക്ക് ബഹുദൂരം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അവർ ഈജിപ്തിലെത്തി. അന്വേഷിച്ചത് എവിടെയാണ് ഈ ധാന്യങ്ങളെ കൊടുക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് അവർ കണ്ടെത്തി. അവിടെ ചെന്നപ്പോൾ നല്ല മുഖപരിചയമുള്ള ഒരാൾ അവിടെ നിൽപ്പുണ്ട്. വരുന്നവർക്കൊക്കെ ഇങ്ങനെ ധാന്യങ്ങളെല്ലാം എടുത്ത് വിതരണം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ നല്ല പരിചയമുണ്ടല്ലോ. അങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത്, പണ്ട് ഞങ്ങൾ വിറ്റ് കാശ് മേടിച്ച ഞങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പാണ് ഇപ്പം എല്ലാവർക്കും വരുന്നവർക്കെല്ലാം ഈ ധാന്യങ്ങളെല്ലാം വിതരണം ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങളെ ആരും വിറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേദനകൾ സമ്മാനിച്ച, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സൽപ്പേര് നശിപ്പിച്ച, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ മോശമായിട്ട് പറഞ്ഞ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ പൊന്നു സഹോദര സഹോദരി ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് കൈ നീട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കും? നിങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് വരുത്തിയ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മോശമായിട്ടൊക്കെ പറഞ്ഞ ഒരാൾ ഇപ്പം ഗതി കെട്ടിട്ട് നിങ്ങളുടെ സഹായം തേടി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്ത് പറയും? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളും ഉടനെ ഒരു പഴഞ്ചൊല്ല് പറയും. എന്നറിയാമോ? കൊടുത്താൽ, എല്ലാവർക്കും അറിയാലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. നീയൊക്കെ അനുഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ട് ദൈവത്തെയാണ് കൂട്ടുപിടിക്കും. അല്ലെങ്കിലും ദൈവം വെറുതെ വിടുവോ?
പിന്നെ ദൈവത്തിന് ഇപ്പം അതല്ലേ പണി. അപ്പം നമ്മളെ വേദനിപ്പിച്ച, നമുക്ക് നാണക്കേട് വരുത്തിയ, നമുക്ക് നഷ്ടങ്ങൾ വരുത്തിയ ഒരു വ്യക്തി ഗതികെട്ട് നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ കണക്ക് ചോദിക്കും, നമ്മൾ പകരം വീട്ടും. എന്നാൽ ഈ ജോസഫിന്റെ സഹോദരങ്ങൾ ഇങ്ങനെ ചാക്കും പിടിച്ച് അവരിങ്ങനെ വിഷമിക്കുന്ന കണ്ടപ്പോൾ ഈ ജോസഫ് ഓടിച്ചെന്നിട്ട് ഈ സഹോദരന്മാരെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇങ്ങോട്ട്, പണ്ട് നിങ്ങൾ എന്നെ ആ പൊട്ടക്കിണറ്റിലിട്ടതും അവിടുന്ന് ചെവിക്ക് പിടിച്ച് കരക്കെടുത്തിട്ടിട്ട് ഈ യജമാനന് വിറ്റ് കാശ് മേടിച്ചതൊക്കെ ഉണ്ടല്ലോ, ആ സംഭവങ്ങളെല്ലാം ഈ ജോസഫ് ഇങ്ങനെ അവതരിപ്പിച്ചത് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. നമ്മുടെ നാട്ടിൽ കഠിനക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ്, നമ്മുടെ നാട്ടിൽ വലിയ ദാരിദ്ര്യം ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ട ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചതല്ലേ, അതുകൊണ്ട് ചേട്ടന്മാർ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് സ്നേഹചുംബനങ്ങളെല്ലാം കൊടുത്തിട്ട് അവർ കൊണ്ടുവന്ന ചാക്കിൽ ധാന്യങ്ങളൊക്കെ നിറച്ചിട്ട് അവരറിയാതെ സമ്മാനപ്പൊതികൾ കൂടെ വെച്ചിട്ട് അവരെ ആശ്വസിപ്പിച്ച് തിരിച്ചു വിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പനോട് അന്വേഷണം പറയണം. കണ്ടോ, ദൈവം ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ചുമ്മാ അങ്ങ് പറയുകയല്ല, തമ്പുരാൻ എന്ത് പഠിപ്പിച്ചോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ദൈവം കൂടെ വസിക്കുന്നത്. അതാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ്. അല്ലാതെ മെഴുകുതിരി കത്തിച്ചത് കൊണ്ട് നിന്റെ കുടുംബത്തിൽ ദൈവം ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ, ബലിയർപ്പിക്കുമ്പോൾ, അതുപോലെ നീ മറ്റ് ഭക്തകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ നിന്റെ വചനങ്ങളനുസരിച്ച് ജീവിച്ചുകൊണ്ട് നിന്റെ സാന്നിധ്യവും നിന്റെ സ്നേഹവും ഒക്കെ നഷ്ടപ്പെടാതെ അങ്ങനെ ജീവിക്കാനുള്ള കൃപ ഈ ശുശ്രൂഷയിലൂടെ തരണമേ. അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ നൽകണമേ. നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഓരോ ആത്മീയ ശുശ്രൂഷകളും, നമ്മുടെ ബലിയർപ്പണങ്ങൾ, നമ്മുടെ കൂദാശകൾ, നമ്മുടെ നൊവേനകൾ, നമ്മുടെ ധ്യാനങ്ങൾ, ഇതെല്ലാം ഈശോയുടെ വചനമനുസരിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ഉടമ്പടി അനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കും ശക്തിക്കും അഭിഷേകത്തിനും വേണ്ടിയുള്ള ശുശ്രൂഷയായിട്ട് മാറണം. നമ്മുടെ കുഴപ്പമെന്നറിയാമോ, നമ്മൾ വരുന്നതെല്ലാം കുറെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മാർഗരറ്റ് മേരി പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് തൻ്റെ ഈ മുറിവേറ്റ ഹൃദയം ചൂണ്ടിക്കാണിച്ചിട്ട്, ഞാൻ ഇതുപോലെ ഈ മക്കളെ സ്നേഹിച്ചിട്ട് ഇവരെന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന പരാതി ഇന്ന് നമ്മളെ നോക്കി പറയുമോ? നമ്മൾ ആത്മശോധന ചെയ്യണം. വേറെ ആരോടും ചോദിക്കും, നമ്മൾ തന്നെ ഒന്ന് ധ്യാനിച്ചാൽ മതി. ഇതുപോലെ നിനക്ക് വേണ്ടി ജീവൻ നൽകി അവസാനത്തുള്ള രക്തവും ചിന്തിയ തമ്പുരാൻ്റെ മുമ്പിൽ നീ ഇപ്പോഴും വന്നിട്ട് എനിക്ക് മോൾ പരീക്ഷ ജയിക്കണം, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഇത് വേണം, സ്ഥലക്കച്ചവടം വേണം, ഇത് ഇതാ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തമ്പുരാൻ പറയും, ഇതുപോലെ ഞാൻ സ്നേഹിച്ചിട്ട് ഇവർക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ ഈ ജോസഫിനെ പോലെ അവിടുത്തെ കൽപ്പനകളൊക്കെ പാലിച്ചുകൊണ്ട് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ആ ജീവിതം മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹമായി മാറും. അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മാറി. ഈ ജോസഫ് എന്നെ ചെയ്താലും എല്ലാം വിജയകരമായിട്ട് മാറുന്നു, മംഗളകരമായിട്ട് മാറുന്നു എന്ന് മനസ്സിലായ വിവേകമുള്ള യജമാനൻ എന്നാ ചെയ്തു? ആ വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അന്ന് മുതൽ അവനെ ഏൽപ്പിച്ചു. നീ ചെയ്തോളാൻ പറഞ്ഞു. അതാണ് യജമാനന്റെ വിവേകം. ഇവൻ വലിയ ദൈവാനുഭവത്തിലാണ്, ഇവന്റെ സാന്നിധ്യം എനിക്ക് വലിയ അനുഗ്രഹമാണ്, അതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വവും അങ്ങ് ഏൽപ്പിച്ചു. അന്ന് മുതൽ ആ ദാസനെ പ്രതി, ജോസഫിനെ പ്രതി യജമാനന്റെ വീടും അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സാന്നിധ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് മാറും. എന്ന് വലതുകര ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം സുവിശേഷമായിട്ട് മാറേണ്ടത്. ഇതിനോട് ചേർത്ത് നിങ്ങൾ ആ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു നോക്കിയോ. ദാഹിക്കുന്നവർ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. നീ ഈശോയുടെ സ്നേഹം അനുഭവിച്ച ആ സ്നേഹത്തിൻ്റെ നിറവിൽ നീ ജീവിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്ന്
നിൻ്റെ കുഞ്ഞുങ്ങളിലേക്ക്, നിൻ്റെ കുടുംബത്തിലേക്ക്, മറ്റുള്ളവരിലേക്കെല്ലാം ആ സ്നേഹവും ആ ചൈതന്യവും പങ്കുവയ്ക്കപ്പെടും. റോമാലേഖനം 5:5 പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണം. പ്രത്യേകിച്ച് ഈ തിരുഹൃദയ മാസത്തിൽ ഈശോയുടെ ആ സ്നേഹം വ്യക്തിപരമായിട്ടൊരു അനുഭവമായിട്ട് മാറണം. ഒരപ്പൻ, ഒരമ്മ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, മകൻ, മകൾ, നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ സ്ഥാനം എന്താണോ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ ഈ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൂടെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സുവിശേഷമായി മാറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അൽഫോൻസ് ലിഗോറി എന്ന വലിയൊരു വിശുദ്ധനുണ്ട്, കേട്ടിട്ടുണ്ടോ? പേരെന്നാ? നമ്മുടെ അൽഫോൻസാമയല്ല, അൽഫോൻസ് ലിഗോറി. ഇറ്റലിയിലെ ഒരു സമ്പന്നമായ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മിടുക്കൻ. നന്നായിട്ട് പഠിച്ചു. മാതാപിതാക്കന്മാർ ഒരു വലിയ സമ്പന്ന കുടുംബമായതുകൊണ്ട് മക്കളുടെ ഭൗതിക കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു. എന്നാൽ മാതാപിതാക്കന്മാർ നല്ല വിശ്വാസ ബോധ്യങ്ങളുള്ളവരായിരുന്നു. അതുകൊണ്ട് ഇളം പ്രായത്തിൽ നല്ല പ്രാർത്ഥനാ ചൈതന്യത്തിൽ കൂദാശ ജീവിതത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് മക്കളെ വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ നല്ല ദൈവകൃപയിൽ വളർന്നു വന്നു. രാജ്യത്തിൻ്റെ നിയമം പഠിച്ച് അതിൽ അദ്ദേഹം പ്രാവീണ്യം നേടി അങ്ങനെ ഒരു വക്കീലായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ തിരക്ക് പിടിച്ചുള്ള ഈ ശുശ്രൂഷ ജോലി എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ എന്നും അദ്ദേഹം ഒരു കാര്യം കൂടെ ചെയ്യും. നല്ല തിരക്കുള്ള, പേരും പ്രശസ്തിയൊക്കെയുള്ള നല്ലൊരു വക്കീല് അദ്ദേഹം തൻ്റെ ജോലി കഴിഞ്ഞ്, സാധാരണ നമ്മൾ ജോലി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും അല്ലേ? അപ്പം എന്നെ നമ്മൾ പറയണേ, ഓ ദൈവമേ മടുത്തു, എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് നല്ലൊരു ചായ കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്ഷീണമൊക്കെ മാറും. ചിലർ പറയും, എൻ്റെ ദൈവമേ വീട്ടിൽ ചെന്നിട്ട് അല്പം നേരം നടുവൊന്ന് നിവർക്കണം. നമ്മുടെ ജോലി ഭാരം കൊണ്ട് നമ്മൾ മടുത്തല്ലേ വരുന്നേ? പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ വീട്ടിൽ വന്ന് നല്ലൊരു ചായ കുടിക്കണം, അല്പം നേരം ഒന്ന് വിശ്രമിക്കണം എന്നൊക്കെ ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കുഞ്ഞു കാര്യം കൂടി ചെയ്യുമായിരുന്നു. വീട്ടിലേക്കുള്ള ഈ യാത്രക്കിടയിൽ, ഈ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ചെറിയ ആശുപത്രിയുണ്ട്. ഈ ആശുപത്രിയിൽ കയറിയിട്ട് അല്പനേരം ചെലവഴിക്കും. അവിടെയുള്ള കുറച്ച് രോഗികൾ, പ്രത്യേകിച്ച് ആരുമില്ലാത്ത ഈ അനാഥരൊക്കെ ആയിട്ടുള്ള ആളുകൾ കാണും. അങ്ങനെയുള്ളവരെയൊക്കെ പോയി കണ്ട് കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇത് വല്ലപ്പോഴും ചെയ്യുന്ന കാര്യമല്ല. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരല്പം നേരം, ഒരു അരമണിക്കൂർ ഈ ആശുപത്രിയിലെ കുറച്ച് വാർഡുകൾക്കിടയൊക്കെ കയറിയിട്ട് അവരെ കണ്ട് സ്നേഹത്തോടെ, നമ്മുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ ആശുപത്രി കിടക്കുമ്പോൾ അവരെ ചെന്ന് കാണുന്ന പോലെ ഒരു പരിചയമില്ലാത്ത, പ്രത്യേകിച്ച് ഇങ്ങനെ ഈ അനാഥർ, നമുക്കറിയാലോ അങ്ങനെയുള്ളവരുടെ വലിയ ഭാരം വളരെ വലുതാണ്. കാരണം ഈ രോഗത്തിൻ്റെ വേദനയേക്കാൾ വലുതാണ് ആരുമില്ലാത്തതിൻ്റെ, ഈ അനാഥത്വത്തിൻ്റെയൊക്കെ ദുഃഖം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് അത്യാവശ്യം വേണ്ട എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോരും. പോരുന്ന വഴിക്ക് നേരെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇടവക പള്ളി അടുത്താണ്. ആ പള്ളി കയറി അന്ന് കണ്ട രോഗികളെയൊക്കെ ആ സെക്രട്ടറിയുടെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി അവർ പറഞ്ഞ സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സമർപ്പിച്ച് എല്ലാം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരും. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന അക്രൈസ്തവനായ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു തീരുമാനമെടുത്തു, ഞാനും മാമോദിസ സ്വീകരിക്കാൻ പോവുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നന്നായിട്ട് പറ. ഈ അക്രൈസ്തവനായ വ്യക്തി മാമോദിസ സ്വീകരിച്ച കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നു. അപ്പം നാട്ടിൽ വലിയൊരു ചർച്ചയായി. പലരും ചോദിച്ചു, നീ ക്രിസ്ത്യാനിയായത്? നീ അവരുടെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയി ജോലി ചെയ്ത് അതിൻ്റെ പ്രതിഫലം മേടിച്ച പോരെ? അപ്പം അദ്ദേഹം തന്നോട് ചോദിച്ചവരോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞാൻ നന്നായിട്ട് ചിന്തിച്ചും ആലോചിച്ചൊരു തീരുമാനമാണ്. അദ്ദേഹം അതിന് കാരണം പറഞ്ഞതാണ്, ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ഈ യജമാനൻ്റെ ഈ വിദ്യാഭ്യാസമുള്ള, നല്ല സമ്പത്തുള്ള, സമൂഹത്തിൽ സ്ഥാനമാനമുള്ള ഈ മകൻ, ഈ വക്കീലായ മകൻ, ഞാൻ ആ മകനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് തിരിച്ച് മടുത്ത് എല്ലാവരും എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നൊന്ന് വിശ്രമിക്കാനായിട്ട് ആഗ്രഹിച്ചൊക്കെ വരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നും ഇങ്ങനെ ഈ ആശുപത്രി കയറി ഈ വേദനിക്കുന്ന രോഗികളെ കാണാനും അവരെ
സന്ദർശിക്കാനും അവരെ ശ്രദ്ധിക്കുവാനും പരിചരിക്കുവാനും ഒക്കെ മനസ്സ് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ദൈവം ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളിൽ ഒരു ദൈവാനുഭവം ഇല്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ദൈവം സത്യദൈവമാണെന്ന് എനിക്കും ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലായി. അപ്പം ആ ദൈവത്തെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനും ഞാനും തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായത്. വലതുകര ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞേ. വിദ്യാഭ്യാസമുള്ള, സമ്പത്തുള്ള, സമൂഹത്തിൽ സ്ഥാനമാനമൊക്കെയുള്ള, തിരക്കുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ, തൻ്റെ വീട്ടിൽ ജോലി ചെയ്ത അക്രൈസ്തവനായ ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ ഒരു സുവിശേഷമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കാം. നമുക്ക് ഒത്തിരി കുറവുകളും ഒത്തിരി പോരായ്മകളൊക്കെ ഉണ്ട്, സാരമില്ല. ഇനി നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെ മുമ്പിൽ, നമ്മുടെ ജീവിത പങ്കാളിയുടെ, നമ്മുടെ മാതാപിതാക്കന്മാരുടെ, നമ്മുടെ അയൽവാസികളുടെയൊക്കെ മുമ്പിൽ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറണം, ഒരു സുവിശേഷമായിട്ട് മാറണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വ്യക്തിപരമായിട്ട് ഒരനുഭവമായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ സുവിശേഷമാക്കി മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹം ഒരു അനുഭവമായിട്ട് മാറട്ടെ, ഒരു അഭിഷേകമായിട്ട് മാറട്ടെ. നമ്മുടെ ഇന്നലകളിലെ കുറവുകളിലേക്ക് ഇനി നോക്കിയിരിക്കരുത്. കുറവുകളുള്ള നമ്മളെ നിറവുള്ള വ്യക്തികളാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. നമ്മൾ ഇത്രമാത്രം സ്നേഹിച്ച ഈശോയുടെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഒരഭിഷേകമായിട്ട്, ഒരനുഭവമായിട്ട് മാറി. ആ സ്നേഹത്തിൻ്റെ നിറവിൽ, ആ സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു അനുഗ്രഹമായിട്ട് മാറും. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ. നമുക്ക് പ്രത്യാശയോടുകൂടെ ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരു എതിർസാക്ഷ്യമായിട്ടൊക്കെ മാറിയിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് നമുക്ക് ഈ ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുന്ന അവസ്ഥകളെല്ലാം സമർപ്പിച്ചിട്ട് ഈശോയെ തിരുമുറിവിൽ നിന്നൊഴുകിയ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുന്ന് വാഗ്ദാനം ചെയ്ത റോമ 5:5 നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ അഭിഷേകത്തിലേക്ക് എന്നെ വളർത്തണമേ. നമുക്ക് ആഗ്രഹിച്ച് ഈ ആരാധനയിൽ നമുക്ക് വളരെ തീഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. മുട്ടുകുത്താൻ ബുദ്ധിമുട്ടില്ലാത്തവർ മുട്ടുകുത്തി. ഹൃദയത്തിനാനന്ദമേ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യം യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ
എൻ കണ്ണീർ തുണയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലവന്തേ. കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കരങ്ങൾ കൂപ്പി പാദങ്ങൾ ചുംബിച്ചോട്ടെ. യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയുടെ സ്നേഹ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ നിറയട്ടെ. ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്. എല്ലാം അറിയുന്ന, എന്നെക്കുറിച്ച് കരുതലുള്ള, വിചാരമുള്ള ദൈവമേ, നിൻ്റെ തിരുവചനങ്ങൾ, നിൻ്റെ തിരുമൊഴികൾ എനിക്കിപ്പോൾ ഏറെ ആശ്വാസമാണ്. നിൻ്റെ സാന്നിധ്യം എനിക്കൊത്തിരി അനുഗ്രഹമായി മാറുന്നു. ഈശോയുടെ ആ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിൻ മൊഴികൾ എൻ്റെ ഹൃദയത്തിന് ആശ്വാസമാണ്. എൻ്റെ സങ്കടങ്ങളും വേദനകളെല്ലാം കാണുന്ന എൻ്റെ ദൈവം, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ ആശ്വാസ വചനങ്ങൾ കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുന്നു. നമുക്ക് പ്രത്യാശയോടെ ആ ദൈവിക സാന്നിധ്യവും സ്നേഹവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് നന്ദിയോടെ പ്രാർത്ഥിക്കാം. നന്ദി ദൈവമേ. തണുപ്പിക്കും നിൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. എല്ലാരും ചേർന്ന് പാടാമോ? ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമെൻ
ഒരിക്കൽ കൂടെ തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യനേശുപര ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കരങ്ങൾ ഉയർത്തി നമുക്ക് അല്പനേരം സ്തുതിച്ച് ആരാധിക്കാം. ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, ഈ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ അന്ന് ചേർന്ന് അങ്ങയെ വണങ്ങുന്നു, ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. നിന്നെ ആരാധിച്ച് നിന്നെ ഞങ്ങൾ ഒരേ മനസ്സോടെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നു. സങ്കീർത്തനം 22:3 ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. പരിശുദ്ധൻ്റെ സാന്നിധ്യം നമ്മൾ നിറയുന്നു. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ഹാലേലുയ 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 ഹാലേലുയ. എല്ലാ സ്തുതികൾക്കും ആരാധനകൾക്കും യോഗ്യനായ സർവശക്തനായ ദൈവമേ, രക്ഷകനും കർത്താവുമായ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഹാലേലുയ 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 ഹാലേലുയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. നമുക്ക് പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ദിവികാരൻ ഈശോയെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്നേഹത്തിന്റെ കൂദാശയായി ഈ വിശുദ്ധ അൾത്താരയിൽ ഞങ്ങളോടൊപ്പം അങ്ങ് എഴുന്നള്ളി വന്നിരിക്കുന്നത് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്താൽ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതിനും സുഖപ്പെടുത്തുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളത് വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. ഈ കൂട്ടായ്മ മുഴുവനും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സ്നേഹത്തോടെ നന്ദിയോടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്ന മക്കളിലേക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും പ്രത്യേകമായി അവിടുത്തെ സ്നേഹത്തിന്റെ വലിയ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് നിറവുകളാക്കി തരണമേ. അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു പോയ കൃപയും സ്നേഹവും വീണ്ടും നൽകി ഞങ്ങളെ ഉണർത്തണമേ. ഹാലേലുയ 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 ഹാലേലുയ. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ അൾത്താരയിൽ സ്നേഹത്തിൻ്റെ കൂദാശയായി എഴുന്നള്ളി വന്നിരിക്കുന്ന രക്ഷകനായ ദൈവം അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് രക്ഷകനാണ്, അവിടുന്ന് എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. എൻ്റെ കുറവുകളും മുറിവുകളും എല്ലാം അവിടുന്ന് അറിയുന്നുണ്ട്. ഈ ദൈവമാണ് വചനത്തിലൂടെ പറഞ്ഞത്, മകനെ മകളെ, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നെ ഭാരപ്പെടുത്തുന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും, അത് രോഗങ്ങളായിരിക്കാം, എൻ്റെ കഷ്ടപ്പാടുകളും കടബാധ്യതകളുമായിരിക്കാം, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലൊക്കെ വന്നുപോയ അപജയങ്ങളായിരിക്കാം, എൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചൊക്കെയുള്ള എൻ്റെ സങ്കടങ്ങളായിരിക്കും, എല്ലാം അവിടുന്ന് കാണുന്നുണ്ടല്ലോ. അവിടുന്ന് എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. ഹെബ്രായ ലേഖനത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശുക്രിസ്തു ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു ദൈവമല്ല അവിടുന്ന്, മറിച്ച് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവിടുന്ന്. അതുകൊണ്ട് വേണ്ട സമയത്ത് കൃപയും അനുഗ്രഹമൊക്കെ നൽകുവാൻ നമുക്ക് പ്രത്യാശയോടെ ഈ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാം. ഈ പുണ്യനിമിഷങ്ങളിൽ എല്ലാം അറിയുന്ന സർവശക്തനായ
തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് എളിമയോടുകൂടെ നമ്മളായിരിക്കുന്ന അവസ്ഥകളെല്ലാം സമർപ്പിക്കാം, വിട്ടുകൊടുക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മുറിവുകൾ, എൻ്റെ കുറവുകൾ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും പരിശ്രമിച്ചിട്ടും മാറ്റിയെടുക്കാൻ പറ്റാത്ത എൻ്റെ ആത്മീയ ജീവിതത്തിലെ പോരായ്മകൾ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളുടെയൊക്കെ മുമ്പിൽ ചിലപ്പോഴെങ്കിലും എനിക്കൊരു മാതൃകയാകാൻ പറ്റാത്ത എൻ്റെ കുറവുകൾ, നമ്മളായിരിക്കുന്ന അവസ്ഥകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. എളിമയുള്ളവരെ അവിടുന്ന് ഉയർത്തും. ഹൃദയം നുറുങ്ങിയവർ കർത്താവ് സമീപസ്ഥനാണ്. മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. കർത്താവേ, അവിടുന്ന് എല്ലാം കാണുന്നുണ്ട്. ആ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി നീ ഒന്ന് തൊട്ടാൽ എനിക്ക് ആശ്വാസം, എനിക്ക് സൗഖ്യം ലഭിക്കും. ഞാൻ പുതിയൊരു സൃഷ്ടിയായി മാറും. എൻ്റെ മാനുഷിക ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ മാറട്ടെ. നിൻ്റെ മുറിവേറ്റ ആ തിരുഹൃദയത്തിലേക്ക് എൻ്റെ ഈ ഹൃദയത്തെ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവേ, നീ സർവശക്തനാണ്, നീ കർത്താവാണ്, നീ രക്ഷകനാണ്. ഞാനത് ഈ കൂട്ടായ്മയോട് ചേർന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ആരാധിക്കുമ്പോൾ നിൻ്റെ സാന്നിധ്യം അഭിഷേകമായി, അനുഗ്രഹമായി, സ്നേഹമായി, സൗഖ്യമായി എനിക്ക് ലഭിക്കും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ചേർന്ന് പാടാം. നീ കർത്താവാണ്, നീ ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ വരികൾ ഏറ്റുപാടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീ കർത്താവാണ്, നീ ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെ അലസത കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഒക്കെ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ നൽകി ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, പടുത്തുയർത്താൻ തമ്പുരാനെ പറ്റും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് ഈശോയിലേക്ക് നോക്കി യേശുവേ രക്ഷക, ഒരിക്കൽ കൂടി ആ വരികൾ ഏറ്റുപാടി നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ, എല്ലാവരും ചേർന്ന് യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ, യേശു കർത്താവാകുന്നു, യേശു ദൈവമാകുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ കൂപ്പി വ്യക്തിപരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടണം. ആ സ്നേഹം വ്യക്തിപരമായി നമുക്കൊരു അനുഭവമായിട്ട് മാറണം. മാനുഷികമായിട്ട് നമുക്ക് നമ്മുടേതായ പോരായ്മകളൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടേതായ ഒത്തിരി ബലഹീനതകളും കുറവുകളൊക്കെ കാണും. ആ കുറവുള്ളവരെയൊക്കെ ആ കുറവുകളോട് മനസ്സിലാക്കാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരിൽ നിന്ന് കിട്ടിയ വേദനകളെല്ലാം മറക്കാൻ, ക്ഷമിക്കാൻ, പൊറുക്കാൻ, അവർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മാനുഷികമായിട്ട് അത്ര എളുപ്പമല്ല. നമ്മൾ പഴയ നിയമത്തിലെ ജോസഫിനെ ധ്യാനിക്കുകയുണ്ടായി. സ്വന്തം കൂടപ്പിറപ്പുകളിൽ നിന്ന് ഇത്രയും വേദന നിറഞ്ഞ
അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. ജോസഫിനെ പോലെ ആന്തരിക മുറിവേറ്റ മറ്റൊരു വ്യക്തി കാണിയല്ല. ഇത്രയും വേദന നിറഞ്ഞ വഴികളിലൂടെ കടന്നു പോയിട്ടും ആരോടും ഒരു പരാതിയില്ല. തന്നെ വേദനിപ്പിച്ച, തന്നെ കന്നുകാലികളെ വിറ്റ് കാശ് വാങ്ങിക്കുന്ന പോലെ തന്നെ വിറ്റ് പണം വാങ്ങിച്ച തൻ്റെ ആ സഹോദരങ്ങൾ പിന്നീട് ദയനീയമായി തൻ്റെ മുമ്പിൽ വന്ന് നിലവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരോട് പ്രതികാര ചിന്തയോടെ പറയാതെ അവരിൽ നിന്ന് കിട്ടിയ വേദനകളെല്ലാം നിരുപാധികം ക്ഷമിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് സ്നേഹചുംബനങ്ങൾ കൊടുത്ത് അവർക്ക് ധാന്യങ്ങളെല്ലാം കൊടുത്തവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അത്രമാത്രം ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു അനുഭവത്തിലേക്ക് വളരാൻ പറ്റിയതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ആഗ്രഹിക്കാം, വേറെ എന്തെല്ലാം കിട്ടിയാലും ഈ ഒരു സ്നേഹാനുഭവം കിട്ടിയില്ല എങ്കിൽ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു സാക്ഷ്യമാക്കി, ഒരു അനുഗ്രഹമാക്കി നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയട്ടെ. കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എനിക്ക് വേണ്ടി മുറിവേറ്റ എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഞാനിപ്പോൾ ഈ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം. കണ്ടാലും മക്കളെ, എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചത്, എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താനും. നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവമക്കളുടെ ആ സ്ഥാനം, ആ പദവിയൊക്കെ നമുക്ക് തിരികെ നൽകാൻ വേണ്ടി അവിടുന്ന് ജീവൻ നൽകി നമ്മളെ സ്നേഹിച്ചു. അവിടുന്ന് രക്തം ചിന്തി നമ്മളെ സ്നേഹിച്ചു. ആ ഈശോയുടെ സ്നേഹം, എത്ര വലിയ സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ നിറയട്ടെ. ആ സ്നേഹാഭിഷേകത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റട്ടെ. നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ സ്നേഹം നമുക്ക് വ്യക്തിപരമായിട്ടൊരു അനുഭവമായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുകയുള്ളൂ. ആ സ്നേഹത്താൽ നിറയട്ടെ. നമുക്ക് വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ തമ്പുരാന് ഇപ്പോൾ എല്ലാം കാണുന്നുണ്ട്, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല, അവിടുന്ന് കർത്താവാണല്ലോ, അവിടുന്ന് രക്ഷകനാണല്ലോ, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിക്കും. കരങ്ങൾ ഹൃദയത്തോട് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ പാടി പ്രാർത്ഥിച്ച ആ വരികൾ ഒരിക്കൽ കൂടി ഒന്ന് ഏറ്റുപാടാം. നീ കർത്താവാണ്, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവമേ, നീ എന്നെ രക്ഷിക്കും, ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് ആ വരികൾ ഏറ്റുപാടി ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് യേശുവേ രക്ഷക, യേശുവേ രക്ഷക, എൻ്റെ കർത്താവേ, നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ, ആദരേ, യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ജലം തെളിച്ച് പ്രത്യേകം വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിലുള്ള ദൈവസ്നേഹാനുഭവം ഒരു അഭിഷേകമായിട്ട് നിറയട്ടെ. ആ സ്നേഹാനുഭവത്തിലേക്ക് നമുക്ക് കൂടുതൽ ആഴപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളിലും നമുക്ക് മോചനം ഉണ്ടാകട്ടെ. ഈ വെഞ്ചരിപ്പിൻ്റെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഈ ദൈവസ്നേഹം വ്യക്തിപരമായൊരു അനുഭവമായി മാറുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും തലങ്ങളുണ്ടെങ്കിൽ ഒരു വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ സമയത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് നൽകിയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് തിരുസഭയുടെ കൂട്ടായ്മയിൽ മാർപ്പാപ്പ, കർദിനാൾമാർ, മെത്രാപ്പൊലീത്തന്മാർ, ഞങ്ങളുടെ അഭിമന്യ പിതാക്കന്മാർ,
ഞങ്ങളുടെ വൈദികർ, സമർപ്പിതർ, അൽമായ ശുശ്രൂഷകർ, സഭയുടെ മുഴുവൻ കൂട്ടായ്മയോടും ചേർന്ന് ഈ മക്കൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറി ഈശോയുടെ ആ തിരുഹൃദയ സ്നേഹത്തിൻ്റെ വലിയൊരു അഭിഷേകത്തിലേക്ക് ഇവർ കടന്നു വരട്ടെ. ഹാലേലുയ, 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 ഹാലേലുയ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ കൃപ. ആഗ്രഹത്തോടെ, ദാഹത്തോടെ നിങ്ങളെയും കൂട്ടായ്മ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമൊക്കെ നിൽക്കുന്ന ഒരു 3-4 പേര് കേൾക്കാവുന്ന വിധത്തിൽ അല്പം കൂടെ സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനങ്ങളെല്ലാം മാറട്ടെ, എല്ലാ അസ്വസ്ഥതകളും മുറിവുകളെല്ലാം ഉണങ്ങട്ടെ. ഒരു പുതിയ സ്നേഹാനുഭവം ഉണ്ടാകട്ടെ. ആരാധന, 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 ആരാധന. കരമടിച്ച് ശക്തിയോടെ കരമടിക്കുക. ഈ ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്താൽ തകരട്ടെ. ഈ ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്താൽ തഴിയട്ടെ. രാജാതിരാജനാം യേശുനാഥ നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. രാജാതിരാജനാം യേശുനാഥ നിൻ നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. രോഗപീഠകൾ, ഭാഗവ്യാധി യേശുവിൻ നാമത്താൽ അഴിയട്ടെ. തകർച്ചാശക്തികൾ, തടസ്സശക്തി യേശുവിൻ നാമത്താൽ അഴിയട്ടെ. രാജാതിരാജനാം നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. രാജാതിരാജനാം നാമം ഭൂമിയിലെങ്ങും നിറയട്ടെ. ഈ ലോകത്തിൽ ബന്ധനമെല്ലാം യേശുവിൻ നാമത്താൽ അഴിയട്ടെ. ഈ ലോകത്തിൽ ബന്ധനമെല്ലാം യേശുവിൻ നാമത്താൽ അഴിയട്ടെ. കരമുയർത്തി, കരമുയർത്തി ശക്തിയോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഈശോയുടെ സ്നേഹം നിറയട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം ഒരു നവ്യ അനുഭവമായിട്ട്, ഒരു അഭിഷേകമായിട്ട് എന്നിൽ നിറയണം. എൻ്റെ ഹൃദയത്തിൽ ആ സ്നേഹ ചൈതന്യം നിറയുമ്പോൾ അത് വചനം വാഗ്ദാനം ചെയ്യുന്നത് പോലെ അത് മറ്റുള്ളവരിലേക്ക് ഇങ്ങോട്ട് പങ്കുവയ്ക്കപ്പെടും. അങ്ങനെ മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു സാക്ഷ്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മദർ തെരേസയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചില്ലേ, നിങ്ങളാണോ യേശു ക്രിസ്തു? ഓരോ ക്രിസ്ത്യാനികളോടും ചോദിക്കേണ്ട ചോദ്യമാണത്. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്നതായിട്ട് മാറണം. ബലഹീനരായ നമ്മുടെ തന്നെ ശക്തരല്ല. നമുക്ക് ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം നമ്മൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകിയെത്തട്ടെ. നമ്മളെയും നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും നമുക്ക് പരസ്പരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ഈശോയെ മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്താൻ പറ്റുന്ന ഒരു സുവിശേഷമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം രൂപാന്തരപ്പെടുവാൻ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ചൈതന്യത്താൽ നിറയാൻ വേണ്ടി ഈ കൈവെപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് പ്രാർത്ഥന സ്വീകരിക്കാനായിട്ട് 2 നിരയായിട്ട് മുമ്പോട്ട് വരാം. ഈ സമയത്ത് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ,